ZVP, ZP ജെയിംസ് കെ ജെയിംസ് സർ, നമ്മുടെ ലോമിന്റെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്ന ബഹുമാന്യനായ ലോം വൈസ് പ്രസിഡന്റ് ജെസി ഷിബിലു സർ, ഇന്നത്തെ ഈ സദസ്സിന്റെ വിജയത്തിനായി ഈ ദിവസത്തിന്റെ ഉൾക്കാഴ്ചകൾ നേടിയെടുക്കാനെത്തിയ മുഴുവൻ എന്റെ ശ്രോതാക്കൾ, പ്രത്യേകിച്ച് ലോം മെമ്പേഴ്സ്, ലോം സെക്രട്ടറി, എല്ലാവർക്കും കൃത്യമായ ഭാവുകങ്ങളും ഐശ്വര്യങ്ങളും നേരട്ടെ. ജീവിതത്തിന്റെ ഉൾക്കാഴ്ച അത് നമ്മുടെ എല്ലാ തലത്തിലേക്കുള്ള വിജയങ്ങളിലേക്ക് വഴി നടത്തും. അർഹതയുള്ളതാണ് ഇപ്പോൾ നാം അനുഭവിക്കുന്നത്. അർഹതയില്ലാത്തത് ആഗ്രഹിക്കുക എന്നത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. അർഹതയില്ലാത്തത് ആഗ്രഹിക്കുക എന്ന പ്രകൃതത്തെ അതിജീവിക്കുന്നിടത്താണ് മനുഷ്യനാവുന്നത്. അർഹതയില്ലാത്തിടത്ത് അർഹതയില്ലാത്ത എന്തെങ്കിലും നാം നേടിയെടുത്താൽ അർഹതപ്പെട്ട വിലപ്പെട്ട പലതും നമുക്ക് കളയേണ്ടി വരും. അർഹതപ്പെട്ടതോ അതിന്റെ വില അർഹതയില്ലാത്തതിനേക്കാൾ, അഥവാ നാം അതിക്രമിച്ച് നേടിയതിനേക്കാൾ 1000 മടങ്ങല്ല, 10,000 മടങ്ങല്ല, കോടിക്കണക്കിന് ഇരട്ടി സുഖദായകമാണ്, സന്തോഷദായകമാണ്, ആനന്ദദായകമാണ്. അപ്പൊ ഈ ആനന്ദദായകമായ അർഹതയുള്ളതിനെ കളഞ്ഞിട്ട് അർഹതയില്ലാത്തത് വെട്ടിപ്പിടിക്കാനുള്ള ശ്രമം മനുഷ്യത്വ മുഖം കളഞ്ഞ് മൃഗീയതയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നു. മൃഗീയത എന്ന് പറയുന്നത് മൃഗങ്ങളോടുള്ള അപരാധമാണ്. കാരണം മൃഗത്തിനൊരു നേച്ചറുണ്ട്, ആ നേച്ചറിൽ മൃഗം ജീവിക്കുന്നുണ്ട്. ആ നേച്ചറിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് മനുഷ്യന് വിശേഷ ബുദ്ധി നൽകിയത്. നന്മകളെ തിന്മകളെ വേർതിരിച്ച് അർഹതപ്പെട്ടത് നേടാൻ സ്വയത്തെ പാകപ്പെടുത്താൻ, സ്വന്തത്തെ വിലയും നിലയും മനസ്സിലാക്കി വളർത്താൻ, അങ്ങനെയുള്ള വലിയ വളർച്ചയുടെ ഉൾക്കാഴ്ച നൽകാൻ നമുക്ക് ഇത്തരം കൂട്ടായ്മകൾ കാരണമാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും സാന്നിധ്യത്തിന് അഗൈതവമായ നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ സദസ്സിന്റെ സമുദ്ഘാടനത്തിനായി ഏറെ ആദരണീയനായ വ്യക്തിത്വം, കേരളത്തിന്റെ പ്രതീക്ഷ നൽകുന്ന യുവ IAS കേഡറിലെ മഹൽ വ്യക്തിത്വം ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഒരുപാട് സാമൂഹിക, കലാ, സാംസ്കാരിക മേഖലയിൽ ഇടപെടുന്ന ആളാണ്. ഒഫീഷ്യൽ മേഖല മാത്രമല്ല, കായിക രംഗത്തും ഒരുപാട് ഇടപെടൽ നടന്ന മഹാപ്രതിഭയെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ Amine present to organize Sadhana. IAS is the former managing director of Forward Community and the former director Information and Public Relations Department, Government of Kerala. Currently, he holds the post of Chairman of High Power Committee constituted by the state government to decide on terms and conditions for entire reporting. He was the winner of Agash National Award 2000, Doordarshan National Award, Rajiv Gandhi Media Award 2010, Adol Basi Film Award in 2013. On behalf of India, I am inviting you for the inaugural episode. Thank you. എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങിന്റെ അധ്യക്ഷം വഹിക്കുന്ന JCI ഫെമിലിയർ പാളയം പ്രസിഡന്റ് JC ഇമാം ഷംസുദ്ദീൻ ഖാസ്മി, ഇന്നത്തെ ട്രെയിനർ ഓഫ് ദി ഡേ ഡോക്ടർ നിജോയ് P. ജോർജ്, ഇന്ന് കീനോട്ട് അഡ്രസ് നൽകുന്ന JCI സെന്റ് വിനോദ് നാരായണൻ, ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ശ്രീ ഇമാം ഷംസുദ്ദീൻ ഖാസ്മി എനിക്ക് വളരെ നാളുകളായിട്ട് അറിയാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആദ്യം പരിചയപ്പെടുന്നത് സുബോധം എന്നുള്ള പ്രോജക്റ്റിന്റെ സമയത്താണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു വെബിനാർ സീരീസ് നടത്തുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം കോവിഡ് പോലുള്ള ഒരു മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാവരും വീടുകളിലേക്കും അല്ലെങ്കിൽ അവരുടെ ചില വാസസ്ഥലങ്ങളിലേക്കൊക്കെ ചുരുങ്ങുന്ന ഈ സമയത്ത് പിന്നെയും നമ്മുടെ നാഗരികതയുടെയും സാംസ്കാരികതയുടെയും ഒക്കെ ചില ചിഹ്നങ്ങളായ ഇതേപോലുള്ള ഇന്ററാക്ഷൻസും ആ വേദികളും ഒക്കെ ഇപ്പോൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നമുക്ക് പുനഃസൃഷ്ടിക്കാനും ഇതേപോലെ ഉള്ള സംവേദന പ്ലാറ്റ്ഫോമുകൾ ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചത്
ഒരുപക്ഷെ പല ആൾക്കാർക്കും എന്താണ് നമ്മുടെ ആ ഏകാന്തതയിൽ നിന്നും അല്ലെങ്കിൽ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസിൽ നിന്നൊക്കെ പുറത്തു വരാൻ വളരെ സഹായകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വെബിനാർ സീരീസ് ഓർഗനൈസ് ചെയ്യുന്നതിന് അങ്ങയുടെ ഓർഗനൈസേഷനെയും ആദ്യമായി തന്നെ അഭിനന്ദിക്കുകയാണ്. താങ്ക് യു സർ. എന്നെ വിളിച്ച് പറഞ്ഞ ടോപ്പിക്ക് കാഴ്ച ബംഗ്ലാവ് എന്നുള്ള ഈ വെബിനാർ സീരീസിന്റെ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതായിരുന്നു. സത്യം പറയാൻ എനിക്ക് വളരെ യാദൃശ്ചികമായിട്ടായിരിക്കും ഒരുപക്ഷെ എന്നെ ഈ ഒരു ചടങ്ങിലേക്ക് വിളിക്കുന്നത്. പക്ഷെ എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക് കൂടിയാണ്. കാരണം നമ്മൾ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ ഒരു കാഴ്ച ബംഗ്ലാവിലാണ്. കോവിഡ് വന്നതോടെ അതിന്റെ ആക്കം കുറച്ചുകൂടെ വർദ്ധിച്ചു എന്ന് പറയാം. കാര്യം നമ്മളൊരു ബംഗ്ലാവിലെ പോലെ അല്ലെങ്കിൽ ഒരു സൂവിലെയൊക്കെ പോലെ നമ്മുടെ മൂവ്മെന്റ്സും ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അപ്പൊ അല്ലെങ്കിൽ തന്നെ നമ്മൾ അല്ലാത്തൊരു സാഹചര്യത്തിൽ പോലും ഇറ്റ് ഈസ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. വി ആർ ലിവിങ് ഇൻ എ വേൾഡ് ഓഫ് വിഷ്വൽസ് വെർ വി ആർ ബീങ് ബോംബാർഡഡ് ബൈ വിഷ്വൽസ് സ്റ്റിൽ ആസ് വെൽ ആസ് മൂവിങ്. അപ്പൊ അതേപോലുള്ള ഒരു മൂവിങ് അല്ലെങ്കിൽ വളരെ നിശ്ചലമായിട്ടുള്ള ചിത്രങ്ങളുടെ ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതിന് പലതരത്തിലുള്ള അതിന്റെ ഒരു പക്ഷേ ഒരു ചട്ടക്കൂട്ടിൽ പോലും ആയിരിക്കും നമ്മൾ. കോവിഡ് പോലുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം വീട്ടിലേക്ക് ഒതുങ്ങി അവർ കൂടുതൽ ടെലിവിഷൻ കാണുന്നു, അല്ലെങ്കിൽ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നു. സീരിയലുകൾ കാണുന്നവരുണ്ട്, ന്യൂസ് കാണുന്നവരുണ്ട്, സിനിമകൾ കാണുന്നവരുണ്ട്. ചില ആൾക്കാർ ഇപ്പൊ നെറ്റ്ഫ്ലിക്സ് പോലുള്ള അല്ലെങ്കിൽ ആമസോൺ പ്രൈം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അഡിക്റ്റഡ് ആയി പോയവരുണ്ട്. അതിനകത്തെ സീരീസുകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന. അപ്പൊ അങ്ങനെ വളരെയേറെ വിഷ്വൽസിന്റെ ഒരു അതിപ്രസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയാണ്. നമ്മൾ പറയാറുണ്ട്, നമുക്ക് എല്ലാവർക്കും കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ അവർക്ക് ചില ലൈഫ് സ്കിൽസ് അവർ നേടണമെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നമ്മൾ പറയും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, സംവേദനക്ഷമത, നല്ലതായിട്ട് സംസാരിക്കാൻ പറ്റണം, നന്നായിട്ട് പെരുമാറാൻ അറിയണം, എറ്റിക്കറ്റ്സ് ഉണ്ടാവണം. ഇതൊക്കെ ഒരാളൊരു ലൈഫ് സ്കിൽസ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ പറയും നമ്മൾ ഒരു പക്ഷേ ഒരു നീന്തൽ പഠിക്കുന്ന ഒരു ലൈഫ് സേവിങ് സ്കിൽ, അല്ലെങ്കിൽ ഒരു എമർജൻസി വരുന്ന സമയത്ത് എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതൊക്കെ തന്നെ നമ്മുടെ ലൈഫ് സ്കിൽസിന്റെ ഭാഗമാണ്. പക്ഷേ ഇന്നത്തെ ലോകത്ത് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ അതിൽ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നൽകേണ്ട ഒരു സ്കില്ലാണ് ക്രിട്ടിക്കൽ വ്യൂയിങ്. അതായത് ഒരു നിഷ്പക്ഷമായിട്ട് മാറി നിന്ന് ക്രിട്ടിക്കലായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്യുവാനുള്ള ഒരു കപ്പാസിറ്റി ഇന്നൊരു ലൈഫ് സ്കില്ല് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ വളർന്നു വരുന്ന അയാൾ നല്ല രീതിയിൽ ജീവിച്ചു പോകണമെങ്കിൽ അയാൾക്ക് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അയാൾ സ്വായത്തമാക്കേണ്ട ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ഇന്ന് ക്രിട്ടിക്കൽ വ്യൂ. അപ്പൊ ഇതുപോലൊരു കാഴ്ച ബംഗ്ലാവിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് തെരഞ്ഞെടുത്തത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് വളരെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഒരുപക്ഷെ ഇവിടെ എത്തിയിട്ടുണ്ട്, അതിനെ പറ്റി പറയുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെല്ലാവരും തന്നെ കാര്യം ഇന്നത്തെ ഈ ഒരു വിഷ്വൽസിന്റെ ഒരു പവർ ഒരു പക്ഷേ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. നമ്മൾ പറയാറുണ്ട് എ പിക്ചർ ഈസ് 18,000 വേർഡ്സ് ആണ്. അപ്പൊ അതിനേക്കാട്ടിൽ പവർഫുൾ ആയിരിക്കും ഒരു പക്ഷേ ഒരു വിഷ്വൽ. അപ്പൊ നമ്മളെല്ലാം സിനിമ കാണുന്ന ആൾക്കാരാണ്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു പക്ഷേ ഒരാൾ താഴോട്ട് നോക്കുന്ന ഒരു ഷോട്ട് നമ്മൾ കാണിക്കുക, അതിനുശേഷം അല്ലെ ഒരു കുട്ടി താഴോട്ട് നോക്കും, അതാണ് ഒരു ഷോട്ട്. അതിനുശേഷമുള്ള അടുത്ത ഷോട്ട് ഒരു കാഡ്ബറീസിന്റെ ക്ലോസപ്പ് ആയിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുകയാണ് കുട്ടി കാഡ്ബറീസിലേക്ക് നോക്കുകയാണ്. ഒരുപക്ഷെ കുട്ടി നിൽക്കുന്നത് അമേരിക്കയിലും കാഡ്ബറീസ് കിടക്കുന്ന ഇന്ത്യയിലായിരിക്കും. പക്ഷേ കുട്ടി കാഡ്ബറീസിലേക്കാണ് നോക്കുന്നത് എന്നുള്ള ആ ഒരു ലിങ്കേജ് സംഭവിക്കുന്നത് നമ്മുടെ ബ്രെയിനിലാണ്. അതുകൊണ്ടാണ് ഇതൊരു ആക്റ്റീവ് മീഡിയം ആണെന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ പുസ്തകത്തിൽ എഴുതുവാണെങ്കിൽ നമ്മൾ ഫുൾ കാര്യങ്ങൾ ചേർത്ത് എഴുതി വെക്കുന്നതാണ് വായിക്കുന്നത്. പക്ഷേ എപ്പോഴും നമ്മളൊരു വിഷ്വൽ കാണുമ്പോൾ, എസ്പെഷ്യലി ഒരു മൂവിങ് വിഷ്വൽ കാണുമ്പോൾ നമ്മൾ കോൺസ്റ്റന്റ്ലി അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇന്റർപ്രിട്ടേഷൻ ആണ് അതിന് നമുക്ക് മീനിങ് നൽകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കുട്ടി കാഡ്ബറീസിലേക്കാണ് നോക്കിയെന്ന് മനസ്സിലാകുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ എല്ലാ തരത്തിലുള്ള നമ്മുടെ ഒരു സെൻസിബിലിറ്റീസിനെയും നമ്മുടെ അനലൈസിങ് കപ്പബിലിറ്റീസിനെയും ഒക്കെ തന്നെ വളരെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും വിഷ്വൽസ് അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കപ്പെടും, ഇത് നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തും. ഉദാഹരണത്തിന് പറയാറുണ്ട്, ഒരുപക്ഷെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് പോലും ഒരു പ്രധാനപ്പെട്ട കാര്യം വഹിച്ചത് ഒരുപക്ഷെ അവിടുത്തേക്ക് അതിപ്രസരമായിട്ടുള്ള ഹോളിവുഡ് മൂവികളാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മളിവിടെ ജീൻസ് ധരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള ഒരു വേഷമല്ലായിരുന്നു ജീൻസ്. അപ്പം പണ്ട് മുണ്ടും കൈലിയൊക്കെ കൊടുത്തുകൊണ്ടൊരു നാട്ടിലേക്ക് കുറച്ച് ജീൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്കാരും ജീൻസ് ഉപയോഗിക്കില്ല, ഇതെന്താണെന്ന് ചോദിക്കും. പക്ഷെ എവിടെയൊക്കെയോ നമ്മൾ അതിനു മുമ്പ് തന്നെ ഒരു പക്ഷേ പരസ്യങ്ങളിലായിരിക്കാം, നമ്മൾ കാണുന്ന സിനിമകളിലൂടെ ആയിരിക്കാം, നമ്മൾ വായിക്കുന്ന മാഗസിനിലൂടെയൊക്കെ ആയിരിക്കും നമ്മളിത് കാണുന്നു, എവിടെയൊക്കെയോ നമ്മൾ പരിചയപ്പെടുന്നു.
അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് ധരിക്കുന്നു. അതിനുശേഷം അത് നമ്മുടെ നാട്ടിൽ വരുമ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഒരു കൾച്ചറൽ ഫാബ്രിക്കിനെ തന്നെ ഒരു പക്ഷേ ഈ വിഷ്വൽസ് കൂടെ നമ്മുടെ ഇത് മാറുകയാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ ക്രിട്ടിക്കൽ വ്യൂയിങ് എന്ന് പറയുന്നത്. കാണുന്നതെല്ലാം സീയിങ് ഈസ് ബിലീവിംഗ് എന്നാണ് പറയാറുള്ളത്. പക്ഷെ സീയിങ് ഈസ് നോട്ട് ബിലീവിംഗ്. കാണുന്നതെല്ലാം, കണ്ടതെല്ലാം സത്യമല്ല. പണ്ട് പൂന്താനം പറഞ്ഞിട്ടുണ്ട്, കണ്ടാലൊട്ടറിയുന്നു ചിലരിത്, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ, കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുമ്പേ കണ്ടങ്ങറിയുന്നു ചിലർ. അതിന്റെ രണ്ടാമത്തെ പോർഷനാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. എനിക്ക് തോന്നുന്ന ക്രിട്ടിക്കൽ വ്യൂയിങ് എന്ന് പറഞ്ഞ കാര്യത്തെ 2 സെന്റൻസിനകത്ത് അദ്ദേഹം ഒതുക്കിയിരിക്കുകയാണ്. കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുമ്പേ കണ്ടങ്ങറിയുന്നു ചിലർ. സീയിങ് ഈസ് നോട്ട് ബിലീവിംഗ്. യു കനോട്ട് ഇൻ ദിസ് വേൾഡ് ഓഫ് വിഷ്വൽ, ഇന്ന് ഈ കാഴ്ച ബംഗ്ലാവില് കാണുന്നതെല്ലാം നമുക്ക് അതേപോലെ വിശ്വസിക്കാൻ സാധിക്കത്തില്ല എന്ന് പറയുന്നത് കാര്യം. ഒരു പക്ഷേ ഞാൻ ഉദാഹരണം പറയാം. നമ്മളിപ്പം മിക്കവാറും നമ്മൾ ഒരു ക്യാമറയിൽ ഒരു കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണുമ്പോൾ ഒരു റെക്ടാങ്കുലർ ഫ്രെയിമിലായിരിക്കും കാണുന്നത്. സംബഡി ഈസ് ബീങ് ഫ്രെയിം. ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, ഞാൻ ഒരു ഫ്രെയിം തന്നെ സെറ്റ് ചെയ്ത് ഇതിനകത്തിരിക്കാം. ഈ ഫ്രെയിമിന്റെ പുറത്ത് ഞാൻ എന്തൊക്കെയാണ് ഒഴിവാക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ കാണുന്നത് മാത്രമല്ല, ഞാൻ കാണിക്കാതിരിക്കുന്നതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കണം. അപ്പൊ കാണുന്നത് മാത്രം വിശ്വസിക്കാതെ എന്തുകൊണ്ടത് കാണിച്ചില്ല എന്നൊരു ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് പോകണം. ഉദാഹരണത്തിന് ഒരാൾ ചുമ്മാ ഇരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ കാണും. ആ ഫോട്ടോ മാത്രമായിട്ടുള്ള ഒരു ക്ലോസപ്പ് ഫോട്ടോയാണ് കാണുന്നതെങ്കിൽ ഒരാൾ ചുമ്മാ ഇരിക്കുന്നു. ഒരു പക്ഷേ ഒരു ഇച്ചിരി ലോങ് ഷോട്ട് എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പുറകിൽ ഒരു പക്ഷേ EMSന്റെ ഒരു പടം ഉണ്ടെങ്കിൽ, അപ്പോൾ അത് അദ്ദേഹത്തിനെ പറ്റി ആ EMSന്റെ ഫോട്ടോയ്ക്ക് ജക്സ്റ്റാപോസ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ പടം കാണുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഇമേജ് മാറുക. അദ്ദേഹത്തെ പറ്റി നമ്മുടെ അഭിപ്രായം മാറും. ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവും, ചില ആൾക്കാർക്ക് എതിർപ്പ് ഉണ്ടാവും. അപ്പൊ എന്താണ്, അപ്പൊ എങ്ങനെ ഞാൻ ഫ്രെയിം ചെയ്യുന്നു, ഞാൻ എന്താണ് ഫ്രെയിം ചെയ്യുന്നത്, അത് പലപ്പോഴും നമ്മൾ കാണും. സീയിങ് ഈസ് ബിലീവിംഗ് ആണ്, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനപ്പുറത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ ആ ഫ്രെയിമിൽ വരാത്ത കാര്യവും നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ അരിക്ക് വില കൂടി എന്ന് ദേശാഭിമാനിയിലും അരിക്ക് വില കൂട്ടി എന്ന് മനോരമയിലും വരുമ്പോൾ ആ അധികാരത്തിനകത്ത് ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് നമ്മൾ പറയാറ്. ഇടതുപക്ഷമാണ് ഭരിക്കുന്നെങ്കിൽ അതിന് വില കൂടിയെന്ന് ഒരു പക്ഷേ ദേശാഭിമാനിക്കത്ത് വരും. വലതുപക്ഷമാണ് ഭരിക്കുന്നെങ്കിൽ വില കൂട്ടി എന്ന് വരും. ആ അധികാരത്തിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നത് പോലെ ആ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള റീഡിംഗ് ക്യാപ്പബിലിറ്റീസ് പോലെ തന്നെ വ്യൂയിങ് ക്യാപ്പബിലിറ്റീസും നമ്മൾ വളരെ ആത്യന്തികമായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം വി ആർ ലിവിംഗ് ഇൻ എ വേൾഡ് ഓഫ് ഓഡിയോ വിഷ്വൽ പെർസെപ്ഷൻ. ഒരാളുടെ, ഒരു രാഷ്ട്രീയ നേതാവിന്റെ അല്ലെങ്കിൽ ഒരു നമ്മൾ മുമ്പോട്ട് കാണുന്ന ഒരാളുടെ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഒരു വ്യക്തിത്വം നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന നമ്മുടെ ഓഡിയോ വിഷ്വൽ കരിസ്മയെ ബന്ധപ്പെട്ടിരിക്കും. പണ്ട് വ്ളാഡിമിർ പുടിൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ 70 വയസ്സിന് മുകളിലായപ്പോൾ അദ്ദേഹത്തിന് വളരെ അസുഖമായിരുന്നു. അദ്ദേഹത്തിന് ഇനി രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് കുറച്ച് ദിവസം കാണാതിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു റൂമർ പോലെ ഉണ്ടായി. അതിന് മറുപടി അദ്ദേഹം ചെയ്തത്, ഏതാനും ദിവസങ്ങൾക്ക് ശേഷം 40 ഡിഗ്രി -40 തണുപ്പുള്ള സൈബീരിയയിലെ ഒരു ലേക്കിൽ അദ്ദേഹം ഒരു ഇതുകൂടാതെ നീന്തുന്നു. അദ്ദേഹം ജസ്റ്റ് ഒരു സ്വിമ്മിങ് സൂട്ടിൽ അദ്ദേഹം ബെയർ ചെസ്റ്റ് ആയിട്ട് നീന്തുന്ന ഒരു പടം അങ്ങ് പുറത്തു. ആ പടം പുറത്തു വിട്ടപ്പോൾ ഈ ദിവസങ്ങളായിട്ട് നിന്ന് എല്ലാ റൂമറും ആ ഒറ്റ പടം കൊണ്ട് മാറുകയാണ്. കാരണം ആ ഒരു ഇമേജ് ആണ് അദ്ദേഹം പ്രൊജക്ട് ചെയ്യുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ഈ ഒരു പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ടാണ് അവര് ഈ ഒരു മാധ്യമത്തെ അപ്രോച്ച് ചെയ്യുന്നത്. പല പ്രധാനമന്ത്രിയെ പോലുള്ള അല്ലെങ്കിൽ പ്രസിഡന്റിനെ പോലൊക്കെ ഇരിക്കുന്ന പല രാജ്യങ്ങളിലെ പല വ്യക്തികളും ഇന്ന് അരമണിക്കൂർ ഇന്റർവ്യൂ ഒരു മാഗസിന് കൊടുക്കുവാണെങ്കിൽ അവരുടെ ജേർണലിസ്റ്റിനോട് അരമണിക്കൂർ സംസാരിക്കുകയും അതിനുശേഷം അവരുടെ ഒരു ഫോട്ടോ എടുക്കാൻ പോവുകയാണെങ്കിൽ അതിന് 1 മണിക്കൂർ പ്രിപ്പയർ ചെയ്യാൻ അവർ തയ്യാറെടുക്കുകയാണ്. കാരണം ആ ഒറ്റ ഫോട്ടോ അവരുടെ ഇമേജിനെ എങ്ങനെ ബാധിക്കുമെന്ന് അവർക്കറിയാം. ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മേഖലയിലാണ് നമ്മൾ ജീവിക്കുന്നത്. വേർ വി ആർ ബീങ് ബൊംബാർഡഡ് വിത്ത് വിഷ്വൽസ്, ബൊംബാർഡഡ് വിത്ത് മൂവിങ് ആസ് വെൽ ആസ് സ്റ്റിൽ ഇമേജസ്. അത് നമ്മുടെ എല്ലാ തരത്തിലുള്ള ലോകവീക്ഷണത്തെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ട്രെയ്റ്റ്സിനെയും ക്യാരക്ടേഴ്സിനെയും നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ ഡിഫൈൻ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷ്വൽസ്. അപ്പൊ ഈ വിഷ്വൽസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ആ വിഷ്വൽസിനെ എങ്ങനെ മനസ്സിലാക്കണം, ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണം, ഹൗ ടു നെഗോഷിയേറ്റ് വിത്ത് ദീസ് വിഷ്വൽസ്. ആ ഒരു ഒബ്ജക്റ്റീവായിട്ട് ഇത് കാണാൻ, ആ കാണുന്നതെല്ലാം അതേപോലെ എടുക്കാതെ അതിനെ ഒന്ന് മനസ്സിലാക്കാൻ, ഒന്ന് മാറി നിന്ന് വ്യൂ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു ലൈഫ് നമ്മുടെ ഡിഫൈനിങ് സ്കില്ലാവും എന്ന് പറയാം. പലപ്പോഴും പണ്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ജേർണലിസ്റ്റുകളോട് അവർ പറയാറുണ്ടെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പത്രസമ്മേളനത്തിൽ പറയുന്നത് അതല്ല വാർത്ത, എന്തിനാണ് പത്രസമ്മേളനം നടത്തിയത് അതാണ് വാർത്ത എന്ന് പറയാറുണ്ട്. അപ്പം അതാണ്. അപ്പൊ ആ തരത്തിൽ പറയുന്നത് മാത്രം നമ്മൾ അതേപോലെ വിശ്വസിക്കാതെ യു ഷുഡ് ബി ഏബിൾ ടു ഓൾവേസ് അനലൈസ്. അതേപോലെ തന്നെയാണ് കാണുന്നതെല്ലാം അതേപോലെ എടുക്കാതെ യു ഷുഡ് ബി ഓൾസോ ഏബിൾ ടു അനലൈസ്. ആ ഒരു അനലിറ്റിക്കൽ കാപ്പബിലിറ്റിയുടെ നമുക്ക് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് ഈ ഒരു ലോകം, കാരണം ഇനി ഈ ലോകം ഇതേപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ നമ്മളൊരു ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ടോപ്പിക്ക് വളരെ കാലികമായ ഒരു ടോപ്പിക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. കാഴ്ച ബംഗ്ലാവ് എന്നുള്ള പേരും വളരെ ബ്യൂട്ടിഫുള്ളാണ്. കാര്യം ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ വെബിനാർ വഴി ഈ ഒരു ക്രിട്ടിക്കൽ വ്യൂവിനെ സംബന്ധിച്ചിട്ടുള്ള പല കാര്യങ്ങളും, അതിൻ്റെ കൂടുതൽ ഇൻറ്റിഗ്രിറ്റീസ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വിദഗ്ധരായുള്ള ആൾക്കാർ നിർമ്മാണ് സൃഷ്ടിക്കുന്നത്. ഏതായാലും വളരെ ഉചിതമായ ഒരു ടോപ്പിക്കാണത്. ഉചിതമായ സമയത്താണത്. റൈറ്റ് തിങ്സ് അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയുന്നത് അതേ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് JC ട്രിവാൻഡ്രം ചെയ്യുന്നതിന്. JC ഇമാം ഷംസുദ്ദീൻ കാസ്മിക്ക് ഒരു പ്രത്യേക അഭിനന്ദനം ഒരിക്കൽ കൂടി നൽകുകയാണ്. വളരെ പ്രഗത്ഭരായ ആൾക്കാർ നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഇത് ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. വളരെയേറെ സന്തോഷം. ചിലപ്പം തിരക്കുള്ളത് കൊണ്ട് ഞാനിത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് മീറ്റിംഗ് പുറത്തു പോകുന്നതായിരിക്കും. ഏതായാലും നല്ലൊരു വെബിനാർ ആയിത്തീരട്ടെ. എല്ലാവർക്കും നല്ല തരത്തിലുള്ള ഒരു പ്രൊഫഷനും അതുപോലെ തന്നെ ഒരു കരിയർ കോച്ചിങ്ങുമായി തീരട്ടെ ഇത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുകൊടുക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വിലപ്പെട്ട വാക്കുകൾ, ആഴത്തിൽ ചിന്തോദ്ദീപകമായ വലിയ ഇൻപുട്ടുകളായിരുന്നു. തീർച്ചയായിട്ടും ഈ നാം കടക്കാൻ പോകുന്ന വെബിനാർ, അതിന്റെ ഗൗരവവും അതിന്റെ വ്യാപ്തിയും വല്ലാതെ ശ്രദ്ധ ജലിപ്പിക്കുന്ന ഇടപെടലുകൾ അങ്ങയുടെ ജീവിതാനുഭവത്തിന്റെ വിശാലമായ തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കും. നല്ല പോയിന്റുകൾ ഇൻപുട്ട് ചെയ്യുന്നു. ഒരുപാട് കടപ്പാടും നന്ദിയും സ്നേഹവും അങ്ങയുടെ ഈ സാന്നിധ്യം ഞങ്ങളെ അറിയിക്കുകയാണ്. ഈ തിരക്കുകൾക്കിടയിൽ ഞങ്ങളുടെ ചെറിയ ക്ഷണം സ്വീകരിക്കാൻ കാണിച്ച വലിയ മനസ്സ്, വളരെ നേരത്തെ ഞങ്ങളോടൊപ്പം വിനയത്തോടുകൂടി സദസ്യം കാണിക്കാൻ ഒരുപാട് വലിയ മനസ്സ്, എല്ലാത്തിനും ഞങ്ങൾ കടപ്പാടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ. ഒത്തിരി നന്ദി. നമസ്കാരം. താങ്ക് യു. കീനോട്ട് അഡ്രസ് ബഹുമാന്യനായ നമ്മുടെ ഈ സദസ്സിന്റെ കീനോട്ട് അഡ്രസ്സിനായി നമുക്ക് എത്തിയിരിക്കുന്നത് വിനോദ് നാരായൺ സാറാണ്. ഏറെ JC മേഖലയിലും അതുപോലെ സാമൂഹ്യ രംഗത്തും വലിയ സേവനങ്ങൾ ചെയ്യുന്ന മഹൽ വ്യക്തിത്വം. JC ഫെമിലിക്കാണെങ്കിൽ അദ്ദേഹത്തിന്റെ തുടക്കത്തിലുള്ള ഇടപെടലുകൾക്ക് ഒരുപാട് കടപ്പാട് അറിയിച്ചുകൊണ്ടുവേണം അദ്ദേഹത്തെ ക്ഷണിക്കാൻ. നമ്മൾ JC ട്രിവാൻഡ്രം ഫെമിലി ആരംഭിക്കുമ്പോൾ അതിനായി എങ്ങനെയെല്ലാമാണ് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതെന്ന് ഏറെ ആലോചനയിലും ചർച്ചയിലും ഇടപെടുകയും നല്ല മാർഗദർശനം ചെയ്യുകയും ചെയ്യുന്ന മഹൽ വ്യക്തിത്വമാണ് JC വിനോദ് നാരായൺ സാർ. അദ്ദേഹത്തിന്റെ പ്രസന്റ് ടോക്കനായി അമീന സാദരം ക്ഷണിക്കുന്നു. അമീന അഹമ്മദ് പ്ലീസ്. JCSN Vinod Narayan is an HR professional with 24 years of experience, mostly with multinational companies. He is a certified national trainer by JCI India, certified lead auditor by NQA. Joined JCI in the year 2006, became VP Business in 2008, President JCI Trivandrum Royal City in 2009, Zone Vice President in 2010 of Zone 22, and currently Long Extension Chairman of Zone 22. He is also the Secretary of National Institute of Personnel Management, Trivandrum Chapter. It's so good to have you here. Warm welcome, sir. Vinod Narayan sir, please. Yeah, thank you. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ JC ഇമാം ഷംസുദ്ദീൻ കാസ്മി, ഉദ്ഘാടകൻ ഡോക്ടർ K അമ്പാടി, ഇവിടെ വന്നിരിക്കുന്ന ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത്, പരിശീലകൻ, എഴുത്തുകാരൻ, അതുപോലെ തന്നെ പ്രഭാഷകൻ, അങ്ങനെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള JC ഡോക്ടർ നിജോയ് P ജോസ്, നമ്മുടെ സോൺ പ്രസിഡന്റ് ജെയിംസ് K ജെയിംസ്, സോൺ വൈസ് പ്രസിഡന്റ് ഷിബ്ലു, എന്നെ സദസ്സിന് പരിചയപ്പെടുത്തിയ വ്യക്തി ജുനൈദ, സെക്രട്ടറി ഹസീന, എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് JC സുഹൃത്തുക്കളെ, മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളെ എല്ലാവർക്കും എന്റെ നമസ്കാരം. കീ ടു വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തിന്റെ, സമൃദ്ധിയുടെ, ഐശ്വര്യത്തിലേക്കുള്ള ഒരു താക്കോൽ നമുക്ക് പകർന്നു തരുന്ന, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള അവസരം ഒരുക്കി തരുന്ന JCI ഫെമിലിയയ്ക്ക് എന്റെ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും വളരെ കാലികമായ
വർത്തമാനകാലത്ത് ഏറ്റവും ആവശ്യമുള്ള ഒരു വിഷയമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദ കീ ടു വെൽനെസ്, അതായത് സന്തോഷത്തിലേക്ക്, സമൃദ്ധിയിലേക്ക് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് നമ്മളൊക്കെ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ജനത ഒരുപക്ഷെ ഇതിനു മുമ്പ് തന്നെ അനുഭവിച്ചുകൊണ്ടിരുന്ന പല സമ്മർദ്ദങ്ങൾക്കും എങ്ങനെ നമ്മൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് തീർച്ചയായും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. സുഹൃത്തുക്കളെ, ചില ചെറിയ ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത് അതിവേഗത എന്ന് പറയുന്ന, മനുഷ്യൻ സൃഷ്ടിച്ചെടുത്ത അതിവേഗതയും, എന്നാൽ പ്രകൃതിയുടെ ചില നിയമങ്ങളുണ്ട്. അതിന് വേഗതയല്ല വേണ്ടത്. അത് ഈ പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന ചില കടിഞ്ഞാണുകളും, അതേപോലെ തന്നെ മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ട അതിഭയങ്കരമായ വേഗതയ്ക്കും നടുവിലാണ് മനുഷ്യൻ എന്ന വ്യക്തി ഇപ്പോൾ. കാരണം ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ കാണുന്ന വേഗത എന്തുമാത്രം വലുതാണ്. വിരൽത്തുമ്പിലേക്ക് നമ്മുടെ ലോകം ഒതുങ്ങിക്കഴിഞ്ഞു, അല്ലെ? വാർത്തകൾ എത്ര പെട്ടെന്നാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ അപ്പുറത്തുള്ള ചില സത്യങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സൂര്യപ്രകാശം നമ്മുടെ ഭൂമിയിൽ എത്താൻ 499 സെക്കൻഡുകൾ വേണമെന്നാണ് പറയുന്നത്. അതായത് 8.5 മിനിറ്റ്. ആ 8.5 മിനിറ്റ് മനുഷ്യന് മാറ്റാൻ കഴിയില്ല. ജീവിതത്തിൽ ഒരിക്കലും നമുക്കത് മാറ്റാൻ കഴിയില്ല. ഒരു കുട്ടി ജനിക്കുന്നതിന് 9 മാസമാണ്, അത് നമുക്ക് മാറ്റാൻ കഴിയില്ല. ഒരു പൂ വിടരുന്നതിന് ഉള്ള ഒരു സമയമുണ്ട്, അത് നമുക്ക് മാറ്റാൻ കഴിയില്ല. ഒരു ദിവസത്തിന്റെ 24 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ കഴിയില്ല. ഇത് പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന ചില കടിഞ്ഞാണുകളാണ്. പക്ഷെ ഈ കടിഞ്ഞാണുകളൊക്കെ ഒരിടത്തുള്ളപ്പോഴും നമ്മളെയൊക്കെ ആവശ്യപ്പെടുന്ന, നമ്മളുടെയൊക്കെ ആവശ്യം, അല്ലെങ്കിൽ നമ്മളെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന, നമ്മൾ പബ്ലിക്, നമ്മുടെ ഫാമിലി, നമ്മുടെ ജോലിസ്ഥലം ആവശ്യപ്പെടുന്ന, ഇതിനൊക്കെ ഈ കടിഞ്ഞാണുകളൊക്കെ പൊട്ടിച്ച് എറിഞ്ഞ് അതിനപ്പുറത്തേക്ക് പോകാനുള്ള ഒരു കഴിവാണ് നമുക്കെല്ലാം ആവശ്യപ്പെടുന്നത്. പക്ഷെ മനുഷ്യനിത് ചെയ്യാൻ കഴിയുമോ? മനുഷ്യനിത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ്. അവിടെയാണ് നമ്മളുടെ ആദ്യത്തെ മാനസിക പിരിമുറുക്കം തുടങ്ങുന്നത്. എനിക്കറിയാം, ഈ സദസ്സിൽ ഇരിക്കുന്ന ഒരു പക്ഷേ 99% ആൾക്കാരും ഈ ഒരു സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നത്. ഇപ്പൊ നമ്മുടെ പ്രസിഡന്റ് ഇമാം ഷംസുദ്ദീൻ ഖാസ്മി എന്ന് ആലോചിച്ച് നോക്കും. അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങളാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം കോർഡിനേറ്റ് ചെയ്യുന്നത് ദേശീയയുടെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സാമൂഹികമായ ചില കടപ്പാടുകളുണ്ട്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. 24 മണിക്കൂർ മതിയോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? പോരാ. ഇവരിരിക്കുന്ന പല ആൾക്കാരും പക്ഷെ ജീവിതത്തിൽ പലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, ഈ 24 മണിക്കൂർ ഒരു ദിവസം എന്നുള്ള ഒരു 48 മണിക്കൂറാക്കി കിട്ടുമോ, അല്ലെങ്കിൽ ഒരു 26 മണിക്കൂറെങ്കിലും ആക്കി കിട്ടുമോ എന്നുള്ളത്. കാരണം അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, പ്രകൃതിയുടെ ചില സത്യങ്ങളുണ്ട്. ആ പ്രകൃതിയുടെ ചില സത്യങ്ങളും ഈ പറയുന്ന നമ്മൾ സൃഷ്ടിച്ചെടുത്ത വേഗതയ്ക്കും ഇടയിലുള്ള മാനസിക പിരിമുറുക്കത്തിലൂടെ നമ്മളിങ്ങനെ പൊക്കോണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ വേറൊരു വലിയ കാര്യമുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തില് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും മൾട്ടി ടാസ്കിങ് എന്നുള്ള ഒരു കാര്യം ചെയ്യും. മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് വളരെ ഇഷ്ടമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കും, അയാൾ മാർക്കറ്റിംഗ് നോക്കും, സെയിൽസ് നോക്കും, HR നോക്കും, അതേപോലെ തന്നെ അയാൾ പല കാര്യങ്ങൾ നോക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ മസ്തിഷ്കം മൾട്ടി ടാസ്കിങ്ങിന് ഒരിക്കലും തയ്യാറെടുപ്പ് നടത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മളുടെ മസ്തിഷ്കം പ്രകൃതി നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഒരു സമയത്തെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാതെ മുമ്പോട്ട് പോകാതിരിക്കാനും ഒക്കില്ല. അപ്പോ ഉണ്ടാകുന്ന വലിയ മാനസിക സമ്മർദ്ദം, ഈ മാനസിക സമ്മർദ്ദത്തിന് എങ്ങനെ നമുക്ക് പരിഹാരം നൽകാം? അവിടെയാണ് ദ കീ ടു വെൽനെസ് എന്ന പ്രോഗ്രാമിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കൂ, കഴിഞ്ഞ 8 ദിവസമായിട്ട് നിങ്ങളിത് ഫ്രീ ആയിട്ട് എല്ലാ ആൾക്കാർക്കും ചെയ്തു കൊടുക്കുകയാണ്. പല ആൾക്കാരും പൈസ മേടിച്ച് ചെയ്യുന്ന കാര്യം ഇത് നിങ്ങൾ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. ഇനിയും 2 ദിവസവും കൂടി ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോ അവിടെയാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ മഹത്വം എന്ന് പറയുന്നത്. ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഞാൻ നമ്മുടെ ഈ ലോക്ക്ഡൌൺ തുടങ്ങിയ സമയത്ത് എന്റെ കമ്പനിയിൽ ഉണ്ടായ ഒരു കാര്യമാണ്. ഞാൻ ഒരു ഹ്യൂമൻ റിസോഴ്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് കമ്പനികളിൽ നിന്ന് ആരും പിരിഞ്ഞു പോകരുത് എന്നാണ് ഞങ്ങളുടെ. കാരണം റീടെൻഷൻ, എംപ്ലോയീസ് എല്ലാം നമ്മുടെ കൂടെ നിൽക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അപ്പൊ ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് ഞാൻ വളരെ സന്തോഷമായിരുന്നു. കാരണം ഈ കഴിഞ്ഞ ഇനി വരാൻ പോകുന്ന സമയങ്ങളൊന്നും ആൾക്കാരൊന്നും എങ്ങും പോകത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും, ഞങ്ങൾക്ക് വേറൊരു ഒരു അനുഗ്രഹവും കൂടി ഉണ്ടായി. വർക്ക് ഫ്രം ഹോം, വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്.
അപ്പോൾ ഞങ്ങളുടെ കമ്പനി ഒരു മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ IT രംഗത്ത് ഉള്ളതായതുകൊണ്ട് ഇത്തിരി ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. ജോലി പോകത്തുമില്ല, വീട്ടിൽ നിന്ന് ജോലി ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ എൻ്റെ ഒരു ഉദ്ദേശം, അതായത് HR പ്രൊഫഷണൽ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാരൊന്നും തിരിഞ്ഞു പോകില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. സുഹൃത്തുക്കളെ, സത്യം ആയിരുന്നില്ല. എല്ലാവരും വീട്ടിലേക്ക് പോയി സന്തോഷിച്ചിരിക്കുമെന്ന് വിചാരിച്ച ഞാൻ ഈ കഴിഞ്ഞ 3 മാസത്തിനകം 3 റെസിഗ്നേഷൻസ് കണ്ടു. 3 പേര് രാജിവെച്ചു. 3 പേരും പറഞ്ഞത് മാനസിക സംഘർഷമാണ്. അവർക്ക് വേറെ എന്താ പറയുന്നത് 14 മണിക്കൂറൊക്കെ ജോലി ചെയ്യേണ്ടി വരുന്നു. അത് മാത്രമല്ല, അവർക്ക് വീട്ടിലുള്ള സമ്മർദ്ദം, വീട്ടിൽ അവർക്ക് സ്വസ്ഥമായിട്ടൊരു മുറി കിട്ടുന്നില്ല. അതുപോലെ തന്നെ വീട്ടിലെ പലപ്പോഴും മറ്റുള്ള, പ്രത്യേകിച്ച് സ്ത്രീകളാണ് ആ പ്രശ്നം അനുഭവിക്കുന്നത്. മറ്റുള്ളവര് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ജോലി ചെയ്യണം. അതുകൊണ്ട് ഞങ്ങള് 3 റെസിഗ്നേഷൻ വന്ന് അതിൽ ഒരെണ്ണം ഒരു രീതിയിലെങ്കിലും തിരിച്ചെടുക്കാൻ കഴിഞ്ഞ് ബാക്കി 2 റിസൈൻ ചെയ്തു പോയി. നോക്കൂ, മാനസിക സമ്മർദ്ദത്തിന്റെ പുതിയ ഒരു തലം നോക്കൂ. അപ്പോ ഇത് ഏറ്റവും എന്താ പറയുന്നത്, ഏറ്റവും കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതിന് അഭിനന്ദനങ്ങളുണ്ട്. അതുപോലെ ഇന്ന് ഇവിടെ ഈ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന നമുക്ക് ഒരു കാഴ്ച ബംഗ്ലാവിന്റെ താക്കോലുമായിട്ട് വന്നിരിക്കുന്ന നിജോയ് പി ജോസ് സാർ, എനിക്ക് ഏറ്റവും ആരാധനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ പലപ്പോഴും സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിജോയിസം എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ അല്ല, ഒരു വാട്സപ്പ് മെസ്സേജസ് വരാറുണ്ട്. അതിലുള്ള വാക്കുകളും അതിലുള്ള ആശയങ്ങളും പലപ്പോഴും എനിക്ക് പ്രചോദനം തന്നിട്ടുണ്ട്, എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്, എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം തീർച്ചയായും കൊണ്ടുവരുന്ന കാഴ്ച ബംഗ്ലാവിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന, താക്കോലുമായിട്ട് വന്നിരിക്കുന്ന നിജോയ് പി സാറിന് തീർച്ചയായും അഭിനന്ദനങ്ങൾ. തീർച്ചയായും ഒരു നല്ല പ്രോഗ്രാം ആയിരിക്കും ഇത്. എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. ഇനിയും പുതിയ പ്രോഗ്രാമുകൾ ഉണ്ടാകട്ടെ. JCI ഫെമിലിയയിൽ നിന്ന് ഞാൻ ഇതിനും കൂടുതൽ നല്ല പ്രോഗ്രാംസ് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് JCs, ബി ബെറ്റർ. താങ്ക് യു. നല്ല ഇൻപുട്ടുകൾക്ക് ഒരുപാട് കടപ്പാട്, സ്നേഹം അറിയിക്കുന്നു. അങ്ങയുടെ വിനയാന്വിതമായ ആ പുഞ്ചിരി നമ്മളെ ഏറെ സ്വാധീനിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും അങ്ങയുടെ മേൽനോട്ടവും ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിലുള്ള ഇടപെടലും ഉണ്ടാകണമെന്ന് ഹൃദ്യമായി ആഗ്രഹിച്ചുകൊണ്ട് താങ്കളോട് കടപ്പാട് നന്ദിയും അറിയിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. നമ്മുടെ ആദരണീയനായ ലോം പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഒരു വാക്ക്, ഒരു ആശംസ പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ബഹുമാന്യനായ ജെയിംസ് സാർ, 1 മിനിറ്റ് ഒരു വാക്കിന്റെ ആശംസ പറയാതിരുന്നാൽ അത് ഞങ്ങൾക്ക് അഭംഗിയാകും എന്നുള്ള വിശ്വാസമുണ്ട്. പ്രകൃതിയുടെ മനുഷ്യൻ, ഒരുപാട് നന്മ നൽകുന്ന അങ്ങയുടെ പുഞ്ചിരിയും ഇടപെടലുകളും നേതൃത്വ പാഠവും ഒരുപാട് കേരളത്തെ ചലിപ്പിക്കുന്നു, ചിന്തിപ്പിക്കുന്നു. അങ്ങയുടെ നല്ല വാക്കുകൾക്കായി ഞങ്ങൾ കാതോർക്കാം. 1 മിനിറ്റ് അങ്ങയുടെ നല്ല വാക്കുകൾക്കായി കാതോർക്കാം. പ്ലീസ് സർ. പ്രിയപ്പെട്ട ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനും ഒരുപക്ഷെ JC ഇന്ത്യയുടെ തന്നെ 2020 അപ്പോളോളം കൊള്ളിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഫെമിലിയ തിരുവനന്തപുരത്തിന്റെ അമരക്കാരനുമായ ഇമാം ഷംസുദ്ദീൻ കാസ്മി അവറുകൾ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട അമ്പാടി സാർ, കീനോട്ട് സ്പീക്കറും എന്റെ ഗുരുനാഥനുമായ വിനോദ് നാരായണൻ സാർ, വാക്കുകൾ കൊണ്ട് മാത്രമല്ല അർത്ഥങ്ങൾ കൊണ്ട് നമ്മെ ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് കാലം ചിന്തിക്കാൻ അവസരം തരുന്ന ഒരുപാട് നല്ല ആശയങ്ങൾ നമ്മോട് പങ്കുവെക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന JC ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ട്രെയിനറും ഫാസ്റ്റ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും ഇന്ന് തിരുവനന്തപുരം ഫെമിലിയോടൊപ്പം ആയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ നമ്മുടെ സ്വന്തം ടിറ്റുവിന്റെ തിരുവനന്തപുരം ഫെമിലിയുടെ ഭാഗ്യമാണ്. കാരണം ദിനപത്രങ്ങൾ പങ്കു എഴുതുന്ന, അല്ലെങ്കിൽ സ്വന്തമായി പുസ്തകങ്ങൾ എഴുതുന്ന, അല്ലെങ്കിൽ നിജോയിസം എന്ന സ്വന്തമായ ഒരു കാഴ്ചപ്പാടിന്റെ ആശയങ്ങൾ നമ്മൾ പങ്കുവെക്കുന്ന ആ വലിയ മനുഷ്യന്റെ സാന്നിധ്യമാണ് ഇന്നത്തെ പ്രത്യേകത. ഇന്ന് വൈകുന്നേരം ദ കാറ്റലിസ്റ്റ് ഇന്ത്യൻ ജസ്റ്റിസിന്റെ ചരിത്രം നമ്മൾ ഇന്നു മുതൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പലരും മനഃപൂർവ്വം മറന്നുപോയതും ചിലപ്പോൾ പറയാൻ വിട്ടുപോയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം പലർക്കും ഇത് ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ത്യൻ ജസ്റ്റിസിന്റെ ചരിത്രം ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. കാരണം ഇത് ആരും സ്വന്തമായി സൃഷ്ടിച്ചെടുത്ത ഒന്നല്ല. ഇന്ത്യൻ ജസ്റ്റിസിന്റെ 20 വർഷത്തെ ചരിത്രം എന്ന് പറയുന്നത് ഇത് സെഗുണ്ട മാപ്പെ എന്ന് പറയുന്ന ഫിലിപ്പീൻസുകാരനാൽ തുടങ്ങി ഇന്ന് ആരിലൊക്കെയോ അവശേഷിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രമാണ് ഇന്ന് മുതൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നത്തെ ഈ ചരിത്ര വീതിയിൽ 2021 വേൾഡ് പ്രസിഡന്റാണ് എത്തിച്ചേരുന്നത്. അദ്ദേഹം ഇതിന്റെ സാന്നിധ്യത്തിൽ സ്വന്തം ടീമിന്റെ ആദ്യത്തെ സെഞ്ചുറിയൻ നമ്മൾ അനൗൺസ് ചെയ്യും.
അത് തിരുവനന്തപുരം ഫെമിലിയ എന്ന് പറയുന്ന രോമിലൂടെയാണ്, തിരുവനന്തപുരം ജില്ലയിലൂടെയാണ്, തിരുവനന്തപുരം റോയൽ സിറ്റി ചെയ്ത ചാപ്റ്ററിലൂടെയാണ് എന്ന് പറയുമ്പോൾ അത് അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ്. ഈ ബാക്കിയുള്ള അഭിമാനത്തിന്റെ നിമിഷങ്ങൾ നമുക്ക് പകർന്നു തരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ട്രെയിനറാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി സോൺ 22-ന്റെ ഭാഗത്ത് നിന്ന് പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ, താങ്ക് യു ജെയിംസ് സാർ. അങ്ങയുടെ വലിയ വാക്കുകൾ, അങ്ങയുടെ വലിയ ഇടപെടലുകൾ ഒരുപാട് നന്ദിയുണ്ട്. നാം എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാഴ്ച ബംഗ്ലാവിന്റെ അനുഭൂതിയാണ്. നാം വീട്ടിലിരുന്ന് കാഴ്ച ബംഗ്ലാവിലേക്ക് പോവുകയാണ്. എങ്ങനെയൊക്കെയാണ് അതിന്റെ ക്രിയേറ്റിവിറ്റി ഏതൊക്കെ തലങ്ങളിലാണെന്ന് ഞാനും നിങ്ങളോടൊപ്പം അനുഭവിക്കാൻ ഏറെ പ്രതീക്ഷയോടെ, ഏറെ ജിജ്ഞാസയോടെ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു വേറിട്ട അനുഭവമായിരിക്കും. അതിൽ ഞാൻ 100% ഗ്യാരണ്ടി തരാം. നിങ്ങളുടെ മറ്റു തലത്തിലുള്ള ആസ്വാസ്ഥ്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഫുൾ ഓഫ് കോൺസെൻട്രേഷൻ ഈ 1 മണിക്കൂർ നിങ്ങൾ ഇതിലേക്ക് പൂർണ്ണമായി നിക്ഷേപിക്കാൻ ഉണർത്തിക്കൊണ്ട് ബഹുമാന്യനായ ആദരണീയനായ ട്രെയിനർ ഒരുപാട് തലങ്ങളിൽ അദ്ദേഹത്തെ പറ്റി സംസാരിച്ച ഓരോ പ്രമുഖ വ്യക്തിത്വങ്ങളും അദ്ദേഹത്തിന്റെ മഹത്വം വാഴ്ത്തി, അദ്ദേഹത്തിന്റെ കഴിവുകൾ വാഴ്ത്തി. തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു മഹത് വ്യക്തിത്വത്തെ നമുക്ക് വളരെ ലളിതമായി അവൈലബിൾ ആയിരിക്കുകയാണ്. വില കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കണ്ണും കാതും ഹൃദയവും ഇതിൽ സന്നിവേശിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി ട്രെയിനറെ കുറിച്ചുള്ള പ്ലസിന്റെ ടോക്കനായി ജുനൈദ അഹമ്മദിനെ സാദരം ക്ഷണിക്കുന്നു. ജുനൈദ അഹമ്മദ്, പ്ലീസ്. Dr. Nijoy P. Jose. Joining us today is a top-notch trainer and a speaker par excellence. This gentleman is the international head trainer of JCI. He is the president of Zone 22 of JCI India 2012. He is the columnist of Shubhadinam in Malayalam Manoranma, also serving as the state spokesperson of SCERT and SSE. He was awarded Best Trainer of JCI India in 2009 and Outstanding Zone President of JCI India in 2013. Let's give all ears to Dr. Nijoy P. Jose. Hearty welcome, sir. Nijoy sir, please. Thank you. Am I audible? JCI ട്രിവാൻഡ്രം ഫെമിലിയയുടെ പ്രസിഡന്റ് JC ഷംസുദ്ദീൻ ഹസമി, ഇന്നത്തെ ഉദ്ഘാടകൻ അമ്പാടി സാർ, JC വിനോദ് നാരായണൻ, സോൺ പ്രസിഡന്റ് JC ജെയിംസ് കെ ജെയിംസ്, സോൺ വൈസ് പ്രസിഡന്റ് JC ഷിബുലു, ഹസീന മാഡം, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട JC കുടുംബാംഗങ്ങൾ, ഇമാമ പറഞ്ഞൊരു വാചകത്തോടൊരു വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് ഇന്ന് വൈകുന്നേരം കൊണ്ട് JCI ഇന്ത്യ സോൺ 22-ലെ ഏറ്റവും വലിയ ചാപ്റ്റർ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പോകുന്ന സെഞ്ചൂറിയൻ ചാപ്റ്റർ എന്ന ആദ്യമായി സോൺ 22-ൽ ഒരു ടൈറ്റിൽ നേടാൻ പോകുന്ന ഒരു ചാപ്റ്ററിലെ ആൾക്കാരോടാണ് സംസാരിക്കുന്നതും അതിന്റെ നേതാക്കന്മാരോടാണ് ഇടപഴകുന്നതെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ചെറിയ രോമിന്റെ അല്ല. അഭിനന്ദനത്തോടെ JC ഇന്ത്യയിലെ പുതിയ തരംഗങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നമുക്ക് പതുക്കെ തുടങ്ങാം. ഒരു പൊട്ടക്കിണറ്റിലാണ് അമ്മ തവളയും അതിന്റെ മക്കളും കൂടെ താമസിക്കുന്നത്. അമ്മ തവള എല്ലാ ദിവസവും മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ കുറെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. ഈ കഥ പറഞ്ഞാണ് അമ്മ ഈ മക്കളെ തീറ്റുകയും ചെയ്യുന്നു. കുറെ ദിവസം കഴിയുന്നതോറും ഈ അമ്മയുടെ കഥകളൊന്നും കുഞ്ഞുങ്ങള് മൈൻഡ് ചെയ്യാതെ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇതിന്റെ മണ്ടയിൽ ഒരു പരുന്തിരിപ്പുണ്ട്. പരുന്ത ഈ അമ്മ പറയുന്ന കഥകളെല്ലാം ശ്രദ്ധിച്ച് പോകുന്നു. എല്ലാ ദിവസവും ഈ തള്ളത്തവള കഥ പറഞ്ഞു തുടങ്ങും. ഇവരുടെ രാജാവുണ്ടായിരുന്നു. രാജാവിന് ഒരു കുതിരയുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം ശ്രദ്ധിച്ച് ഈ മക്കളെ കഥ കേൾക്കും. രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും ഒക്കെ അതിന്റെ പാതി താല്പര്യത്തോടെ ഇത് കേൾക്കും. കുറെ കഴിഞ്ഞപ്പോ ഈ കുഞ്ഞുങ്ങൾ കേൾക്കാതെ. മാത്രമല്ല എല്ലാ ദിവസവും ഈ മരത്തിന്റെ ഈ കിണറിനോട് ചേർന്നുള്ള മരത്തിന്റെ മുകളിൽ കൂട് കെട്ടി ഇത് കേൾക്കേണ്ടി വരുന്ന
പരുന്തിന്റെ അവസ്ഥ അതിന് കേട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഭ്രാന്തായി. എല്ലാ ദിവസവും ഇതേ കഥ തന്നെ. സഹി കേട്ട് ദേഷ്യം വന്നിട്ട് ഈ പരുന്ത് നേരെ ഒരു ദിവസം ഡൈവ് ചെയ്ത് വന്ന് ഈ പൊട്ടക്കിണറ്റിലേക്ക് ഇറങ്ങി തവളയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ഇതിനങ്ങോട്ട് മുകളിലേക്ക് പറഞ്ഞു. പിന്നെ ഒരാഴ്ച ഈ പരുന്തിന്റെ കൂടെയായിരുന്നു ഈ തവളയുടെ യാത്ര. മരുഭൂമി കാണിച്ചു, കായല് കാണിച്ചു, കടല് കാണിച്ചു, കാട് മുഴുവൻ കാണിച്ചു, ആൾക്കൂട്ടം കാണിച്ചു, ഷോപ്പിംഗ് മോള് കാണിച്ചു, എല്ലാ പ്രദേശങ്ങളും കാണിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചുകൊണ്ട് ഇതേ പൊട്ടക്കണ്ടിൽ കൊണ്ടുപോയിട്ടു. ഇന്നു മുതല് ഈ തള്ളത്തവള പറയുന്ന കഥകൾക്ക് മാറ്റം വന്നു, കുട്ടികളുടെ കേൾവിക്കും മാറ്റം വന്നു. കാഴ്ച ബംഗ്ലാവിലേക്ക് സ്വാഗതം. ഞാന് അമ്പാടി സാറ് നിർത്തിയെടുത്തുന്ന തുടങ്ങാമെന്ന് കരുതുന്നു. ക്രിട്ടിക്കൽ വ്യൂവിങ്ങും എക്സ്റ്റൻഡഡ് വ്യൂവിങ്ങും കാഴ്ചയ്ക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ നമ്മൾ തുടങ്ങുമ്പോൾ കാഴ്ച ബംഗ്ലാവ് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം അതായിരിക്കും. കണ്ട കാഴ്ചകളുടെയും അറിവിന്റെയും ലോകത്ത് മാത്രം ജീവിക്കേണ്ടി വരുന്നതാണ് കാഴ്ച ബംഗ്ലാവിന്റെ തെറ്റ്. ശരിക്കും പൊട്ടക്കിണറിന്റെ പര്യായമതാ കാഴ്ച ബംഗ്ലാവ്. ഇറ്റ്സ് സിനോണിം. ആരൊക്കെയോ ഗ്രില്ലിട്ട് വെച്ചിരിക്കുന്ന, ആരൊക്കെയോ മതിൽ കെട്ടി തിരിച്ചിരിക്കുന്ന, എങ്ങനെയൊക്കെയോ അതിനകത്ത് അകപ്പെട്ടു പോയതിന്റെ പേരില് ഒരായുസ് മുഴുവൻ അതിനകത്ത് ചെലവഴിച്ച് ജീവിക്കേണ്ടി വരുന്ന ഏറ്റവും ചുരുങ്ങിയ അനുഭവങ്ങളുടെയും ഏറ്റവും കുറഞ്ഞ അറിവുകളുടെയും ചുറ്റുപാടുകളിലൂടെ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് കാഴ്ച ബംഗ്ലാവ് എന്ന് പറയുന്ന സങ്കല്പത്തിൽ തന്നെ തെറ്റ്. ആർക്കാ ഇത് കാഴ്ച ബംഗ്ലാവ്? കാണുന്നവനോ അല്ലെങ്കിൽ അതിനകത്ത് കിടക്കുന്നവനോ? കാഴ്ച ബംഗ്ലാവിൽ പോകണമെന്ന് പറയുമ്പോൾ എനിക്കും നിങ്ങളുമൊക്കെ അതിന് പുറത്തു പോയി നിൽക്കുന്ന സമയത്ത് 10 രൂപയുടെ 50 രൂപയുടെ 1000 രൂപയുടെ പാസ് എടുത്തു കഴിഞ്ഞാൽ കയറി പറ്റി കഴിയുമ്പോൾ അതിനെ കാണുന്നതെല്ലാം എനിക്കും നിങ്ങൾക്കും കാഴ്ച ബംഗ്ലാവാണ്. ഇതിനകത്ത് കിടക്കുന്നവൻ അതിന് വലിയ പേര് വിട്ടിട്ടുണ്ടോ? അതിനകത്ത് നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ ഭാഗമായിട്ട് തീർത്ഥാടനത്തിന്റെയോ വിനോദയാത്രയുടെയോ ഭാഗമായിട്ട് കണ്ട കഥകളെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സഞ്ചാര സാഹിത്യം എഴുതുന്ന അതേ സമയത്ത് തന്നെ ഈ കാഴ്ച ബംഗ്ലാവിന്റെ അകത്ത് കിടക്കുന്നവൻ ഒരു ആത്മകഥ എഴുതി കഴിഞ്ഞാൽ ഇത് ഏതിനായിരിക്കും അനുഭവങ്ങളുടെ കഥയും മൂല്യവും ഉണ്ടാവുക? ഒരുപക്ഷെ കുറച്ചുകൂടി വിറ്റ് പോകാൻ സാധ്യത ഏതായിരിക്കും? വിപണി മൂല്യം ഉണ്ടാവുക ഏതിനായിരിക്കും? അപ്പൊ എല്ലാ കാഴ്ചകൾക്കും കാണുന്നവന്റെയും അനുഭവിക്കുന്നവന്റെയും ചില കാഴ്ചപ്പാടുകളുണ്ട്. അത് കാഴ്ച ബംഗ്ലാവിന് പുറത്ത് നിൽക്കുമ്പോഴോ അതിനകത്തെ ഓരോ കൂടിന്റെയും പുറത്ത് നിൽക്കുമ്പോഴോ എനിക്കും നിങ്ങൾക്കും ഒക്കെ തോന്നുന്നത് ഈ കാഴ്ചക്കാരന്റെ അനുഭവങ്ങളാണ്, അതിനകത്ത് കിടക്കുന്നവന്റെ അനുഭവങ്ങളല്ല. ഈ പ്രദർശന വസ്തുവുമായി മാത്രം മാറ്റപ്പെടുന്നവന്റെ ഒരു അവസ്ഥയുണ്ട് എല്ലാ കാഴ്ച ബംഗ്ലാവിലും ഓരോ ഗ്രില്ലിനകത്തും. അത് പാമ്പായിക്കോട്ടെ, പുലി ആയിക്കോട്ടെ, സിംഹമായിക്കോട്ടെ, കരടി ആയിക്കോട്ടെ, അവനൊരു പ്രദർശന വസ്തുവായി മാത്രം മാറ്റപ്പെടുന്ന സമയത്ത് അവനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്, സാമൂഹികാവസ്ഥയുണ്ട്, അവന്റെ ചുറ്റുപാടുകളുടെ സാഹചര്യങ്ങളുണ്ട്. നമുക്കെല്ലാം നമ്മുടെ എല്ലാ വിപണന സാധ്യതകളും നമ്മുടെ എല്ലാ ഹിറ്റാവുന്ന കാര്യങ്ങളും അതിന്റെ പ്രദർശന സാധ്യത നോക്കിയാണ്. ഒരുപക്ഷെ ഒരു കാഴ്ച ബംഗ്ലാവിലേക്ക് മൃഗങ്ങളെയോ ജീവികളെയോ വസ്തുക്കളെയൊക്കെ കൊണ്ടുവരുന്നത് പോലും അതിന് എന്തുമാത്രം പ്രദർശന മൂല്യമുണ്ട് എന്നതിനെ ബേസ് ചെയ്താണ്. നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെയല്ലേ? നമ്മളൊരു സിനിമ കാണുന്നതോ നമ്മളൊരു എക്സിബിഷൻ സെന്ററിൽ പോകുമ്പോഴോ എന്ത് കാണാനുണ്ട്, എന്തുമാത്രം ഇൻട്രസ്റ്റിംഗ് ആണ്, എന്തുമാത്രം എന്റർടൈനിങ് ആണ്, എന്തുമാത്രം പ്രദർശന മൂല്യം അതിനകത്തുണ്ട് എന്നതിനെ ബേസ് ചെയ്ത് മാത്രമല്ലേ നമ്മുടെ പല കാഴ്ചകളും പോലും നമ്മുടെ ഒരു കഴിഞ്ഞ 1-2 വർഷങ്ങളിലെ സാധ്യതകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു സാമൂഹ്യ സിറ്റുവേഷൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചില കുറ്റവാളികളെ പോലും നമ്മുടെ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുകയാണ്. പ്രദർശന മൂല്യമുള്ള, പ്രദർശന സാധ്യതയുള്ള എല്ലാ കുറ്റവാളികൾക്കും നമ്മുടെ എല്ലാ മീഡിയകളിലും നല്ല സ്പേസ് കിട്ടിയിട്ടുണ്ട്. പ്രദർശന സാധ്യതയില്ലാത്ത ഒരു വ്യക്തിയും അതുപോലെ മാധ്യമങ്ങൾ ആഘോഷിച്ചിട്ടില്ല. അത് ചിലപ്പോൾ ജെൻഡർ വൈസ് ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്തുമാത്രം പ്രദർശന സാധ്യത ഉള്ളതിന്റെ പേരിലാണ് ചെയ്ത കുറ്റത്തിന്റെ വലിപ്പമോ ചെറുപ്പമോ പരിഗണിക്കാതെ അവർക്ക് എന്തുമാത്രം പ്രദർശന സാധ്യത ഉണ്ടായിരുന്നു എന്നതിന്റെ പേരിൽ അവരെ അവതരിപ്പിക്കുകയും അവരെ ശ്രദ്ധിക്കുകയും ചെയ്തു. ഈ അടുത്ത ഇടയ്ക്ക് വന്ന ട്രോളുകൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
ആദ്യം കണ്ട ഫോട്ടോയിൽ നിന്നും വ്യത്യസ്തമായി ഉള്ള ആക്ച്വൽ സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് നിരാശയായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ളത്. നമ്മൾ എന്തുമാത്രം ട്രോളുകളാണ്. ഇപ്പോഴും എല്ലാ മാധ്യമങ്ങളും പ്രദർശിപ്പിക്കുന്ന ആദ്യ പടങ്ങളാണ്, ആക്ച്വൽ പടങ്ങളല്ല. അപ്പൊ ഒരു കാര്യം സത്യമാണ്, നമ്മളൊക്കെ കാഴ്ച ബംഗ്ലാവിൽ പോകുന്നതിന് ഒരു ദുരുദ്ദേശം കൂടെ ഉണ്ട്. കാണാൻ കൊള്ളാവുന്നത് എന്തുണ്ട്, കണ്ടിട്ടില്ലാത്തത് എന്തുണ്ട്, ഒന്നുകൂടെ കണ്ടാൽ കൂടുതൽ സുഖം ലഭിക്കുന്ന എന്തൊക്കെയുണ്ട്, വ്യത്യസ്തതയുള്ള കാഴ്ചകൾ, ആരും കണ്ടിട്ടില്ലെങ്കിലും ആരും കാണാത്ത പല കാഴ്ചകളും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അഭിമാനമോ ദുരഭിമാനമോ ഒക്കെ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന എന്ത് നേട്ടങ്ങൾ ഓരോ കാഴ്ച ബംഗ്ലാവിൽ നിന്നും എനിക്ക് ലഭിക്കും. ഇതിന്റെയൊക്കെ ബാക്കിയായിട്ടാണ് ഞാൻ ഈ കാഴ്ച ബംഗ്ലാവിൽ നിൽക്കുന്നത്. പക്ഷെ അതിനകത്ത് കിടക്കുന്നവന്റെ ചില ജീവിതങ്ങളുണ്ട്, വളരെ ചുരുങ്ങിയ ചില അറിവുകൾ. ഒട്ടക്കിണറ്റിലെ തവള എന്നൊക്കെ പറയുന്നത് നമ്മൾ പഴഞ്ചൊല്ലാക്കി മാത്രം രൂപീകരിക്കുമ്പോൾ ഒരു ആയുസ് മുഴുവൻ ഒരു കാടിനകത്തുള്ള കിണറ്റിൽ കിടന്നിട്ട് പുറത്തുള്ള ഒരു കാഴ്ചകൾ പോലും കാണാൻ വിധിക്കപ്പെടാതിരിക്കുക, എന്താണെന്ന് അറിയാതിരിക്കേണ്ടി വരുന്ന അവസ്ഥ. കാഴ്ച ബംഗ്ലാവിന്റെ രണ്ടാമത്തെ പാഠം കുറച്ചുകൂടി ഒന്ന് ഒരു സ്റ്റെപ്പ് മുകളിലാണ്. ഈ അകപ്പെട്ടു പോയ ആവാസ വ്യവസ്ഥയും അർഹിക്കുന്ന ആവാസ വ്യവസ്ഥയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. The ecosystem that we are living in, the ecosystem that we deserve. ഇത് ഒരുപാട് വ്യത്യാസമുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ അർഹിക്കുന്ന ആവാസ വ്യവസ്ഥയിലാണോ നമ്മൾ ജീവിക്കുക? ഓരോ കാഴ്ച ബംഗ്ലാവിലെ പുലിയെയും കരടിയെയും ആമയെയും മുയലിനെയും ഹിപ്പോപ്പൊട്ടാമസിനെയും എടുത്ത് നോക്കിയേ, അത് അർഹിക്കുന്ന ആവാസ വ്യവസ്ഥയിലാണോ അത് ജീവിക്കുന്നത്, ഇല്ലെങ്കിൽ അത് അകപ്പെട്ടു പോയ ആവാസ വ്യവസ്ഥയിലാണോ അത് ജീവിക്കുന്നത്? എത്ര പേരുണ്ട് അകപ്പെട്ടു പോയ തൊഴിലിനകത്ത് ആയുസ് മുഴുവൻ ചെലവഴിക്കേണ്ടി വരുന്നത്? ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല. അത് പഠനരംഗം മുതലേ എങ്ങനെയായിരുന്നു? ഒരുപക്ഷെ വീടിനകത്തുള്ള സാഹചര്യങ്ങൾ കൊണ്ടോ നാടിനകത്തുള്ള സിറ്റുവേഷൻ കൊണ്ടോ ഈ പ്രദേശത്തെ ട്രെൻഡുകളൊക്കെ കൊണ്ടോ എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ചില പഠന മേഖലകളും ചില തൊഴിലുകളും മാത്രം എടുത്ത് തെരഞ്ഞെടുക്കപ്പെടേണ്ടി വന്ന ആവാസ വ്യവസ്ഥ, അകപ്പെട്ടു പോകുന്ന ആവാസ വ്യവസ്ഥകൾ. ചില കുടുംബ ജീവിതങ്ങൾ പോലും അങ്ങനെയായി തീരാറുണ്ട്. ചില ആൾക്കാരുടെ സന്നദ്ധ സംഘടനാ പ്രവർത്തനങ്ങളോ രാഷ്ട്രീയ ബോധങ്ങളോ ഒക്കെ അകപ്പെട്ടു പോകുന്നതിന് പേര് സംഭവിക്കാറുണ്ട്. ഈ കാഴ്ച ബംഗ്ലാവിനകത്ത് ജീവിക്കുന്ന ജീവികളെല്ലാം അകപ്പെട്ടു പോയത് ഒറ്റ ഒരാൾ പോലും താല്പര്യമുള്ളതിന്റെ പേരിൽ അതിനകത്ത് ചേർന്നൊന്നുമല്ല. കാഴ്ചക്കാരുടെ കണ്ണിന് സുഖമുണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന് അതിനകത്ത് പെടുത്തിയിട്ടിരിക്കുന്നു. Am I living in an ecosystem which I deserve or which I am trapped? ഞാൻ ഇപ്പം ജീവിക്കുന്ന എന്റെ തൊഴിൽ, ഞാൻ ഇപ്പം ജീവിക്കുന്ന എന്റെ ചിന്തകൾ, ഞാൻ ഇപ്പം ജീവിക്കുന്ന എന്റെ സാഹചര്യം, ഇത് എന്റെ ട്രാപ്ഡ് എക്കോസിസ്റ്റം ആണോ എന്റെ ഡിസേർവിംഗ് എക്കോസിസ്റ്റം ആണോ? ആ കുഞ്ഞു തവളയോട് ചോദിച്ചാൽ അവര് പറയും പെട്ടുപോയതകത്ത്. ഒരു ഒത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ഒരു പരുന്തില്ലായിരുന്നുവെങ്കിൽ മരുഭൂമി ഉണ്ടെന്നോ കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വിശാലമായതാണെന്നോ ഈ ലോകത്തിന് ഇത്രയും വെറൈറ്റി ഉണ്ടെന്നോ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുക. അവിടെയല്ല, അതൊരു സാധാരണ രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെയും കുഴപ്പമില്ല. അതിനകത്തുനിന്ന് നേതൃശേഷിയും എന്താ പറയുന്നത് സംഘടനാ നേതൃത്വവും ഒക്കെ ഇതിനകത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട്. എല്ലാ നാടിന്റെയും നേതാക്കന്മാര് ഈ കാഴ്ച ബംഗ്ലാവ് മാത്രം കിടക്കുകയാണെങ്കിൽ ആലോചിക്കുക എന്തായിരിക്കും സംഭവിക്കുക. ഞാൻ ഇതൊന്ന് ചിന്തിക്കായിരുന്നു, ഈ കാഴ്ച ബംഗ്ലാവിൽ ട്രേഡ് യൂണിയൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ മൃഗങ്ങളുടെ അവിടെ എന്തായിരിക്കും അവരുടെ ഒരു ചിന്ത? നമുക്ക് കാട്ടിലെ ട്രേഡ് യൂണിയൻ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കരടിയുടെ ഫീലിംഗ് എന്താണെന്നും ആമയുടെ അല്ലെങ്കിൽ ആനയുടെ മൊയിലിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പെട്ടുപോയവന്റെ ട്രേഡ് യൂണിയൻ അതല്ല പ്രശ്നം, അതിനകത്തൊരു നേതാവ് ഉണ്ടാവില്ല. ട്രേഡ് യൂണിയൻ നേതാവ് അവനാണ് ലീഡർ എന്നും അവനാണ് നയിക്കുന്നതെന്നല്ലേ പറയുന്നേ. ആയുസ് മുഴുവൻ ഗ്രില്ലിനകത്ത് കിടന്നിട്ട് ലോകം കാണാതെ കിടന്നിട്ട് ചുറ്റുപാടും എന്ത് സംഭവിക്കുന്നു എന്ന് അറിയ പോലും ചെയ്യാതെ കിടന്നിട്ട് ഇനി ഇതിനകത്ത് രക്ഷപ്പെടാൻ താല്പര്യമില്ലാതെ കിടന്നിട്ട് ഇതാണ് ശരിയും ഞാനാണ് ശരിയെന്നും മാത്രം വിശ്വസിക്കുന്ന ചില നേതാക്കന്മാർ കാഴ്ച ബംഗ്ലാവിൽ നിന്ന് രൂപപ്പെട്ടു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പിന്നെ അപകടമൊന്നും ഒരു നാട്ടിൽ സംഭവിക്കാനില്ല. താങ്കൾ എന്താണ് നേതാവ് ഈ ജയില് പൊളിച്ച് പുറത്തു കിടക്കാൻ പോത്തത്, അതിനു പോലുമുള്ള ധൈര്യമില്ലാത്ത താങ്കൾ എങ്ങനെയാണ് ഞങ്ങളെ നയിക്കുന്നതെന്ന് ഇങ്ങനെ മണികൾ ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു, അതോടെ അവന്റെ നേതൃത്വം.
പിന്നെ ചില പരുന്തുകളെ നമുക്ക് നേതാക്കന്മാരായിട്ട് വേണം. കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ശ്വാസം പോലും വിടാൻ അനുവദിക്കാതെ, എടാ ഇങ്ങനെ ഒരു ലോകമുണ്ട്, പോയി കാണും, ഫ്രീ ആയിട്ട് ഞാൻ കൊണ്ട് കാണിക്കാം, നീ വാ, ഉപദ്രവിക്കില്ല, കൊല്ലില്ല, ഭക്ഷണം തരുമെന്നോ കുടിക്കാൻ തരുമെന്നോ ഒന്നും ഉറപ്പില്ല, പക്ഷെ ലോകം കാണിക്കും എന്ന് പറയുന്ന ചില പരുന്തുകളുടെ ഇടപെടലുകൾ മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ കാഴ്ച ബംഗ്ലാവിലുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം. കാട്ടിലെ രാജാവ് സിംഹം, കാഴ്ച ബംഗ്ലാവില് അവിടെ അങ്ങനെ ഒരു സങ്കല്പം പോലും ഉണ്ടോ, രാജസങ്കല്പം എന്ന് പറഞ്ഞു. അവിടെ ആരാ രാജാവ്? പിന്നെ വേണേ പറയാം അടിമകളുടെ രാജാവ് എന്നൊക്കെ വേണം നമുക്ക് പറയാം. ഉള്ളതി കൊള്ളാമെന്ന് ചില ക്ലാസ് റൂമുകളുടെയും ഒക്കെ, അത് LP സ്കൂൾ ആയിക്കോട്ടെ, പ്രൊഫഷണൽ കോളേജ് ആയിക്കോട്ടെ, ചില ക്ലാസ് റൂമുകളിലെ നേതൃസ്ഥാനവും ഒക്കെ മോണിറ്റർ, ലീഡർ എന്നൊക്കെ പറയുന്ന സ്ഥാനമൊക്കെ ഇതൊക്കെ തന്നെയാണ്. എല്ലാത്തിനും കൂടെ പിടിച്ച് ജയിലിനകത്തിട്ട് ചുവടുപടിയും പിടിച്ചിട്ട് നീയാണ് മോണിറ്റർ, നീയാണ് ലീഡർ എന്നൊക്കെ പറയുന്ന അവസ്ഥ. പഠനമുറികളിൽ മാത്രമൊന്നും, അത് പുറത്തിറങ്ങിയുള്ള സന്നദ്ധ സംഘടനകളിലും ഒക്കെ ഈ രീതിയിലുള്ള കാഴ്ച ബംഗ്ലാവിൽ നിന്നും ഉയരുന്ന ചില നിർഗുണ ലീഡർഷിപ്പുകൾ, നിവൃത്തികേടിന്റെ ലീഡർഷിപ്പുകൾ, പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതിരുന്നിട്ടും നേതാക്കന്മാരായിരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ എല്ലാ സോഷ്യൽ സംവിധാനങ്ങളിലുണ്ട്. എനിക്ക് ആ ഒട്ടക്കിണറ്റിലെ തവളയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയുള്ള തള്ളത്തവളയാണ്. അറിവ് പകരുന്നവരുടെ അറിവില്ലായ്മയുണ്ടല്ലോ, അതൊരു ദുരന്തമാണ്. അത് രാഷ്ട്രീയത്തിലായിക്കോട്ടെ, മതത്തിലായിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലായിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റിലായിക്കോട്ടെ, നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാ, അറിവ് പകരുന്നവരുടെ അറിവില്ലായ്മ. എനിക്ക് കാഴ്ച ബംഗ്ലാവിന് പുറത്തിറങ്ങാൻ പറ്റാത്തതോ എനിക്കതിനുള്ള താല്പര്യമില്ലാത്തതോ അല്ല പ്രശ്നം. എന്റെ കൂടെ വരുന്നവരെയും എന്റെ ചുറ്റിലുമുള്ളവരെയും മുഴുവൻ ഇതാണ് ലോകം, ഈ കാഴ്ച ബംഗ്ലാവാണ് ഈ ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായ സ്ഥലം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇതിനപ്പുറത്തേക്ക് ഒരിക്കലും വളരാൻ പറ്റാത്ത വിധം അവനെ തളച്ചിടുന്ന ഞാൻ. അവിടെ പ്രശ്നം. എനിക്കറിവില്ലാത്തതും എനിക്ക് രക്ഷപ്പെടാൻ താല്പര്യമില്ലാത്തതും എനിക്ക് ജയിലിനകത്ത് കിടക്കുന്ന നോക്കി പേഴ്സണലി എനിക്ക് ഇഷ്ടമായിരിക്കാം, അത് പ്രശ്നമല്ല, അത് എന്റെ മരണം കൊണ്ട് തീരും. പക്ഷെ എന്റെ ചുറ്റിലും എനിക്ക് ഭാര്യ ഉണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ, എനിക്ക് അവിടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, ഞാൻ വലിയ ഒരു ലീഡർ ആയിട്ട് അവിടെ വിലസുന്നുണ്ടെങ്കിൽ അവരെ എല്ലാം ഇങ്ങനെ പിടിച്ചു നിർത്തി ഈ പറയുന്നത് മാത്രമാണ് ലോകം എന്ന് കാണിച്ചു നിർത്തുന്ന ആ തള്ളത്തവളയുണ്ടല്ലോ, വേറൊന്നും കാണിക്കാതെ. അത് തന്നെയല്ല ഈ കാഴ്ച ബംഗ്ലാവിൽ ജനിക്കുന്ന കരടിയും പുലിയും പരുന്തും മയിലും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി. മറ്റവനെ കാട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വന്നിട്ടതായിരിക്കാം ഈ തള്ളേനെ അപ്പനെ അമ്മയൊക്കെ. ഈ കാഴ്ച ബംഗ്ലാവിൽ ജന്മമെടുത്തൊരു സിംഹമുണ്ടല്ലോ, ഒരു സിംഹക്കുട്ടി, അവന്റെ ദുരവസ്ഥ എന്താ സത്യമായിട്ട്? അവന് ശ്വാസം വിടുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഒന്ന് രാജാവായിട്ട് വിരിഞ്ഞിരിക്കാൻ പറ്റും. കൊന്നു തിന്നേണ്ട പുലി ഏതെങ്കിലും ജീവിതത്തില് ഒരിക്കൽ തവണയെങ്കിലും ഒരു ജീവിയെ കൊന്നു തിന്നാനുള്ള ഭാഗ്യം കിട്ടും. സെക്യൂരിറ്റി ഗാർഡ് കൊണ്ടയിട്ട് കൊടുക്കുന്ന കുറെ ശവങ്ങൾ കഷ്ണമാക്കി മുറിച്ച് കൊണ്ടയിട്ട് അതിനെ ഒന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പോലും ഒരു മാർഗമില്ല. അവന്റെ നൈസർഗിക സ്വഭാവം അതാ. ഒരു പുലിയുടെ ഒരു ഇന്റർവ്യൂ നടത്താമെങ്കിൽ അവൻ പറയാൻ സാധ്യത ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ താങ്കളുടെ സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുലി പറയാൻ സാധ്യത ഒരു ഇരയെ പിടിച്ച് വിഴുങ്ങി അതിനെ കൊന്ന് കീഴ്പ്പെടുത്തി തിന്നുക. അതിനു പകരം ജനിക്കുമ്പം മുതലേ നമ്മൾ മട്ടൻ ബിരിയാണി വെച്ച് കൊടുക്കുക അവന്. ഞാൻ അകപ്പെട്ടു പോയി എന്നുള്ളതല്ല, ഞാൻ അർഹിക്കുന്ന ചില ആവാസ വ്യവസ്ഥയുണ്ട്. ഒരുപക്ഷെ കാഴ്ച ബംഗ്ലാവിന്റെ ഈ ഭാഗത്തിരിക്കുന്ന സമയത്ത് അകപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്നും ആയിത്തീരാൻ പറ്റുന്ന ആവാസ വ്യവസ്ഥയിലേക്ക്, അർഹിക്കുന്ന ആവാസ വ്യവസ്ഥയിലേക്കുള്ള ചില ചുവടുവെപ്പുകളുടെ ആദ്യ ഒരു തരിപ്പ് അതെങ്കിലും നമുക്ക് ഈ സമയത്ത് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. കാഴ്ച ബംഗ്ലാവിന്റെ മൂന്നാമത്തെ ഒരു പക്ഷേ അതൊരു തള്ളത്തവളയെ നിലനിർത്തി തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം അത് തന്നെയാണ്. നമ്മൾ നിർമ്മിച്ച കാഴ്ച ബംഗ്ലാവിൽ അകപ്പെട്ടു പോയ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഞാൻ ഇമാമിനോട് പറഞ്ഞിരുന്നു,
നിജോയെ ഒരുപാട് ഇൻട്രൊഡ്യൂസ് ചെയ്യരുത്, ഒരുപാട് പ്രൊഫൈലൊന്നും പറയുകയൊന്നും ചെയ്യരുത്. പറഞ്ഞു കഴിയുമ്പോൾ ഞാനത് ആൾക്കാർക്ക് പിടികിട്ടും. ഇവിടെ ഈ പ്രൊഫൈൽ വായിക്കുന്ന നിജോയി ആണോ ഒറിജിനൽ നിജോയി എന്നെ ഭാര്യയോട് ചോദിച്ചാ എന്റെ മക്കളോട് ചോദിച്ചാ എന്റെ ഏറ്റവും അടുത്ത ഒരു 3-4 സുഹൃത്തുക്കളോട് ചോദിച്ചാ are they living in my zoo or museum? എന്റെ ഭാര്യ ഞാൻ നിർമ്മിച്ച കാഴ്ച ബംഗ്ലാവില് എന്റെ ചിന്തകൾക്ക്, എന്റെ കാഴ്ചപ്പാടുകൾക്ക്, എന്റെ തൊഴിൽ രീതികൾക്ക്, എന്റെ മനോഭാവത്തിന്, എന്റെ രാഷ്ട്രീയത്തിന്, എന്റെ ചിന്തകൾക്ക് അനുയോജ്യമായിട്ട് മാത്രം പെരുമാറിക്കോളാം എന്ന ഒരു വ്യവസ്ഥയും ഒരു കല്യാണ ഉടമ്പടിയിലും ഇല്ല. ഈസ് ഷീ ട്രാപ്ഡ്? എന്റെ ചിന്തകൾക്കനുസരിച്ച് മാത്രം വളർന്നു വന്നോളാമെന്ന് ഒരു കുട്ടിയും അമ്മയുടെ വയറ്റിൽ വെച്ച് കരാർ ഉടമ്പടി എഴുതി തന്നിട്ടല്ല ആ വയറ്റിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. Now, do they feel that they are trapped? അതൊരു വലിയ ചോദ്യം. അത് നമ്മുടെയൊക്കെ വ്യക്തിപരമായോ മതപരമായോ സോഷ്യൽ പരമായോ ഒരു ധ്യാനം ഒരു ദിവസം ചിന്തിച്ചാൽ നല്ലതാണ്. നമ്മൾ നിർമ്മിച്ച കാഴ്ച ബംഗ്ലാവിൽ അകപ്പെട്ടു പോയ ആളുകളുടെ ലിസ്റ്റ് ഒന്ന് എടുക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥാപനത്തില് ട്രെയിനിങ് ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനോട് ചോദിച്ച ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. പറഞ്ഞു വരുന്ന സമയത്ത് അതില് സംസാരിക്കേണ്ട ടോപ്പിക്കുകൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, സാറ് പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് ഇവിടെ പറഞ്ഞേക്കരുത്. ഒത്തിരി നല്ല ട്രെയിനിങ് കിട്ടിയാൽ അവർ വേറെ നല്ല സ്ഥാപനത്തിൽ പോകും. പിന്നെ ഒരു ട്രെയിനിങ്ങും കിട്ടാതെ ഒരു സ്കില്ലും ഇല്ലാതെ ഈ വേസ്റ്റുകളെ നിലനിർത്താൻ വേണ്ടിയാണോ താങ്കൾ ഈ സ്ഥാപനം നടത്തുന്നത്? ഒരു ചിന്ത കിട്ടിക്കഴിയുമ്പം എനിക്ക് പറ്റിയ സ്ഥലം ഇതല്ല എന്ന ചിന്ത ഒരാൾക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അതല്ലേ കാഴ്ച ബംഗ്ലാവിന് പുറത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അയാൾ ഇതല്ല, അയാൾക്ക് ഇതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു സ്ഥാനത്ത് എത്താൻ പറ്റും എന്ന് അയാളിൽ ഒരു ചിന്ത ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതല്ലേ ആ സ്ഥാപന മേധാവിയുടെ നേതൃത്വമാണ്. മറ്റേ അബ്ദുൽ കലാം കതിരേശനോട് പറഞ്ഞ പോലെ ഡ്രൈവറായിട്ട് വന്നപ്പോൾ DRDA വർക്ക് ചെയ്യുന്ന സമയത്ത് കതിരേശൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഡ്രൈവറായിട്ട് വന്നതാണ്. അന്ന് പറഞ്ഞു, നിനക്ക് പറ്റിയ പണി ഇതല്ല, നീ പഠിച്ചോണം. +2 പൊക്കോണം, ഡിഗ്രിക്ക് പൊക്കോണം, PGക്ക് പൊക്കോണം. എന്നിട്ടും കലാം സമ്മതിച്ചില്ല. PhD എടുത്തോണം, എന്നിട്ടും കലാം സമ്മതിച്ചില്ല. തിരുനെൽവേലിയിലെ യൂണിവേഴ്സിറ്റി പോയി പഠിപ്പിച്ചു ആ മനുഷ്യൻ. കുറച്ച് നാൾ മുമ്പ് റിട്ടയറായി. പിന്നെ കാഴ്ച ബംഗ്ലാവിൽ എന്റെ മുമ്പിലെ ജയിലിനകത്ത് ഇട്ടവനെയൊക്കെ യൂസ് ചെയ്ത് ചൂഷണം ചെയ്ത് അവനെ എന്റെ സൗരയൂഥത്തിനകത്താക്കിയിട്ട് നമ്മൾ അവനെ കൊണ്ട് പ്രകാശിപ്പിക്കുക. ചിലരെങ്കിലും ഒക്കെ കാഴ്ച ബംഗ്ലാവിന് വെളിയിലേക്ക് കടത്തിവിടാൻ പറ്റിയെങ്കിൽ അവരെ വിളിക്കേണ്ട പേരാണ് സോഷ്യൽ ലീഡേഴ്സ് എന്നൊക്കെ. ചിലപ്പോ തോന്നാറുണ്ട് സത്യമായിട്ടും ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപം, തെറ്റെന്നുള്ള വാക്ക് ഒഴിവാക്കുവാണെങ്കിൽ പാപങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് കരുതപ്പെടേണ്ട, സീരിയസ് ആയിട്ട് പരിഗണിക്കപ്പെടേണ്ട ഒന്നാണ് കാഴ്ച ബംഗ്ലാവ് നിർമ്മിക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് പോലും ശരിക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അൾട്ടിമേറ്റ്ലി അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോഴും എനിക്ക് ഇത്രയൊക്കെ ആലോചന എനിക്ക് പിടികിട്ടിട്ടില്ല. പറിച്ചു നടപ്പെടുന്നവർ മാത്രമല്ലേ കൂടുതൽ തഴച്ചു വളർന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മളൊരു വാഴക്കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ വാഴ പിരിച്ചു വെക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേന്? അങ്ങനെ നിൽക്കാൻ പറ്റില്ല. മുകളിലുള്ള ഒരു ഇലയുടെ കീഴിലോ ആ ഒരു ചുറ്റുപാടിലോ ഇത്രമാത്രം ചുറ്റളവിലോ മാത്രം നിൽക്കേണ്ട ഒന്നല്ല. സ്വന്തമായൊരു കുഴിയും സ്വന്തമായൊരു അസ്ഥിവാരവും സ്വന്തമായി ചിറക് വിരിക്കാൻ, ഇല വിരിക്കാൻ പറ്റിയ ഒരു ആവാസ വ്യവസ്ഥയും ഉണ്ടാകുന്ന സമയത്താണ് വാഴ വളരൂ എന്ന് നമുക്ക് ബോധമുണ്ട്. വാഴ വളർത്താൻ നമുക്കറിയാം. നമ്മുടെ മക്കളുടെ വളർച്ചയുടെ കാര്യത്തിലും നമ്മുടെ സുഹൃത്തുക്കളുടെ വളർച്ചയുടെ കാര്യത്തിലും
നമ്മുടെ ചുറ്റുപാടുമുള്ള എംപ്ലോയീസിന്റെ വളർച്ചയുടെ കാര്യത്തിലൊന്നും നമ്മൾ അതിന് സമ്മതിക്കില്ല. നമ്മുടെ കീഴിൽ നിർത്തി നമ്മൾ മാത്രം ചെയ്യുന്നത് കാഴ്ചകൾ, നമ്മൾ അനുവദിക്കുന്ന കാഴ്ചകൾ മാത്രം കണ്ട് ജീവിക്കാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റക്കണ്ണൻ ഗുരു ശിഷ്യന് കുറെ നാളായിട്ട് ഇയാൾ ഈ ഒറ്റക്കണ്ണിന് എന്നാ പറ്റിയതാണ്. ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇയാൾക്ക് ഈ പണ്ട് എങ്ങനെയോ എപ്പോഴും പോയതാണ്, പണ്ട് 2 കണ്ണിനും കാഴ്ച ഉണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശിഷ്യൻ ചോദിച്ചു, താങ്കളുടെ ഈ മറ്റേ കണ്ണിന് എന്നാ പറ്റിയതാണ്? ആശ്രമം ആയതുകൊണ്ടും ഗുരു ആയതുകൊണ്ടും ഇയാൾ പറഞ്ഞു, നുണയൊന്നും പറയാൻ പറ്റില്ല. ഇയാൾ പറഞ്ഞു, എനിക്ക് പണ്ടൊരു നല്ല സുഹൃത്തുണ്ട്, അല്ലെങ്കിൽ വർഷങ്ങളുടെ സുഹൃത്ത് ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരാളാണ്. ഒരു ദിവസം ഇവൻ കടം കയറി നശിച്ച് ഇവൻ ഒരു തരത്തിലും രക്ഷയില്ലാണ്ട് ഇവൻ അവിടുന്ന് വീടും എല്ലാം വിട്ട് രായ്ക്ക് രാമാനം ഒളിച്ചോടാൻ തന്നെ തീരുമാനിച്ചു കുടുംബമായിട്ട്. പക്ഷെ പോകുന്നതിന് മുമ്പ് അവൻ ആരെയും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അവന്റെ ആകെപ്പെട്ടുള്ള സുഹൃത്ത് ഞാനാണ്. ഇവൻ എന്റെ വീട്ടിൽ വന്നു. എന്റെ വീട്ടിൽ വന്നിട്ട് ഇവൻ ഇങ്ങനെ അലമുറയിട്ട് കരയാണ്. ഇവന്റെ ജീവിതം ഒരു മധ്യവയസ്കനെ ഒരാളെ സംബന്ധിച്ച് അയാളുടെ സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ടിട്ട് സീറോയിൽ നിന്നും അയാൾ തുടങ്ങേണ്ടി വരുന്ന ഒരു സമയത്ത് എന്റെ അടുത്ത് വന്ന് എന്റെ തോളിൽ കിടന്ന് ഇങ്ങനെ ഏങ്ങലടിച്ച് കരയുകയാണ്. ഞാനും അയാളെ എല്ലാം കുറെ നേരം ഇങ്ങനെ ആശ്വസിപ്പിച്ചു. അയാൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇയാൾ പോയി കഴിഞ്ഞ് തിരിച്ച് ഞാൻ കണ്ണാടി വന്ന് നോക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, എന്റെ ഒരു കണ്ണ് നനഞ്ഞിട്ടില്ല. ഈ സങ്കടം എല്ലാം കേട്ടിട്ട് അന്ന് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചത്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ ദുരവസ്ഥകൾ കേട്ടിട്ട് പോലും എന്റെ ഒരു കണ്ണ് നനഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനാണ് എനിക്ക് കണ്ണ്? ഇതില്ലാതായിരുന്നുവെങ്കിൽ എന്നായിരുന്നു അന്ന് രാത്രി മുഴുവൻ എന്റെ പ്രാർത്ഥന. പിറ്റേ ദിവസം രാവിലെ മുതലാണ് എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടത്. നാലാമത്തെ പാഠം, ഈ കാഴ്ച ബംഗ്ലാവിനകത്തുള്ളവരെ കാണുമ്പോൾ അത്ഭുതവും സന്തോഷവും ഒക്കെയാണ് തോന്നുന്നതെങ്കിൽ എന്റെയും നിങ്ങളുടെയും കണ്ണ് വെപ്പ് കണ്ണാം. ഒരു സംശയം വേണ്ട, അതിനകത്തുനിന്ന് കണ്ണീര് വരില്ല, അതിനകത്തുനിന്ന് അനുകമ്പ തോന്നില്ല. ടൂറ് പോയിട്ട് വന്നു കഴിഞ്ഞ് കാഴ്ച ബംഗ്ലാവിനെ കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് വർണ്ണിക്കുന്നത് ടൂറ് പോകാത്തവരോട് ക്ലാസ്സിൽ. നാല് തരം കാഴ്ചക്കാരുണ്ട്. ഒന്നാമത്തെ ആൾക്കാര് ഈ പറഞ്ഞ നിർവികാരരാ. പുലിയാണ്, പുലിയെങ്കിൽ പുലി. തത്ത, ഓക്കെ, 50 വെറൈറ്റി തത്ത, ഓക്കെ. അവർക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. കാഴ്ച ബംഗ്ലാവിൽ കൂടെങ്കിൽ കൂട്. അവർക്ക് ഒരു സർക്കസിലെ ഒരു കോമാളിയെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് അന്നേരം യാതൊരു വിചാരങ്ങളും ഇല്ല. അവര് കണ്ടു കോമാളി ഇച്ചിരി ശരിയാവാനുണ്ട്, കുറച്ചുകൂടി ഒന്ന് ചിരിപ്പിച്ചെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു പോകും. പരിഹാസത്തിന്റെ ഒരു മറുവശവും കൂടിയാണ്. കളിയാക്കൊന്നൊന്നുമില്ല. പക്ഷെ നിർവികാരത എന്ന് പറയുന്നത് പരിഹാസത്തിന്റെ മറുവശമാണ്. ഏത് മനോഭാവത്തിലാണ് ഞാനൊരു കാഴ്ച ബംഗ്ലാവിൽ പോയി നിന്ന് ഈ വർണ്ണക്കിളികളെയും ഈ നിലത്ത് കിടന്ന് ഉരുളുന്ന ഹിപ്പോപ്പൊട്ടാമസിനെയും ഒക്കെ കാണുന്നത് എന്നൊരു ചിന്ത എനിക്കുണ്ട്. അവിടെ രണ്ടാമത് സഹതപിക്കുന്നവരാ. അത് കാശുമുടക്കില്ലാത്ത കാര്യം. രാജമലയിലെ മണ്ണിടിയുമ്പം എന്റെ വീടിന്റെ മുമ്പിലിരുന്ന ഏഷ്യാനെറ്റ് HD ഇരുന്ന് ഞാൻ കാണുമ്പോൾ നല്ല വിഷ്വൽ ക്ലാരിറ്റിയും അവന്റെ കണ്ണീരൊഴുകുന്നൂടെ കണ്ടു കഴിയുമ്പം ഞാൻ ഇരുന്ന് സഹതപിക്കും. നല്ല ശീലമല്ലേ? അതെ, അല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അവിടെ അവസാനിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാഴ്ച ബംഗ്ലാവിലും പോയിട്ട് ആർക്കും സഹതാപം ഉണ്ടായിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. ഈ ആനയുടെ ഗതി ഇങ്ങനെയായി പോയല്ലോ, ഈ മയിലിന്റെ ഗതി ഇങ്ങനെയായി പോയല്ലോ എന്നൊന്നും തോന്നിയിട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല. മൂന്നാമത്തെ ഒരു വിഭാഗം ഈ സ്വന്തം ഭാഗ്യത്തിൽ ആശ്വസിക്കുന്ന കുറെ ആൾക്കാരാണ്. ഏത് അന്നത്തെ ആ ദുബായ് ഫ്ലൈറ്റ് മിസ്സായ ഒരാൾക്കാരുടെ ഒരു ഫീലിംഗ് ഇല്ലേ? അതിന് മുമ്പത്തെ ഫ്ലൈറ്റിന് വന്ന ഒരാൾക്കാരുടെ ഒരു ഫീലിംഗ്, ഇല്ലെങ്കിൽ അതിന് അന്നത്തെ ബൈക്ക് റോയിൽ സീറ്റ് കിട്ടിയ ഒരാളുടെ ഫീലിംഗ്. ചില സമയത്തുണ്ടല്ലോ നമ്മൾ പടച്ചോനെ കൂടെ കൂട്ടിപ്പിടിക്കുന്നുണ്ട്, ദൈവം എന്നെ രക്ഷിച്ചെന്നൊക്കെ പറയും. എങ്ങാനും പടച്ചോൻ കിട്ടുകഴിഞ്ഞാൽ കർണക്കുരീറ്റി അടിക്കുകയും ചെയ്യും നമ്മുടെ. ഏത് അവരൊക്കെ പോയെങ്കിലും നമ്മളൊക്കെ രക്ഷപ്പെട്ടു. തൊട്ടപ്പുറത്തെ വീട് ഉരുൾപൊട്ടലിൽ ഒഴിച്ചു പോയെങ്കിലും എന്റെ വീടിന് യാതൊരു കുഴപ്പവും വരുത്തിയില്ല.
അങ്ങനെ ഈ സ്വന്തം ഭാഗ്യം കണ്ട് ആശ്വാസം കണ്ട് അത് ഒരു കാഴ്ച കാണുന്നതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അതേസമയം അവന് ഭാഗ്യം ഉണ്ടാവുകയും എനിക്ക് ഭാഗ്യക്കെട്ടാണെങ്കിൽ പഴി പറയുകയും ചെയ്യും. വേറെ കുറെ ആൾക്കാരുണ്ട് ഈ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നത്, അത്ഭുതപ്പെടുന്നവർ. സർക്കസിലൊക്കെ ചെന്നാൽ കാണാം, മറ്റേ ഈ ഊഞ്ഞാലിലൊക്കെ കയറി ആടി ഒരു കൈ വിട്ട് മറ്റേ ആളുടെ കയ്യിലേക്ക് വന്ന് പിടിച്ചിട്ട് അടിപൊളി സൂപ്പർ പെർഫോമൻസ്. സിംഹത്തിന്റെ മുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നു. ആനയൊക്കെ മെരുക്കി പുലിയൊക്കെ മെരുക്കി അവനവന്റെ കൈകളിലേക്ക് കൊണ്ടുവരുന്നു. അതിന്റെ പരിശീലനത്തെ കുറിച്ചോ അവൻ നടത്തിയ കഠിന വഴികളെ കുറിച്ചോ ഒന്നും അറിയത്തില്ല. കാഴ്ച ബംഗ്ലാവിലും സർക്കസിലും ഒക്കെ അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പോലും അറിയാതെ അവര് ചില അസ്വാഭാവികമായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. അത്ഭുതം പ്രകടിപ്പിച്ചു പോകുന്ന ഒരു കാഴ്ചക്കാരുണ്ട്. അതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. 4 പേരോട് പറയുക, ആ കാഴ്ചകൾ ഷൂട്ട് ചെയ്ത് വാട്സാപ്പിലിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിലിട്ട് പ്രൊമോട്ട് ചെയ്യുക. അതൊന്ന് ബൂസ്റ്റ് ചെയ്ത് പറ്റുമെങ്കിൽ ഒരു 10,000 ലൈക്ക് ഉണ്ടാക്കി അതിനകത്തും കാശുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതും കാശുണ്ടാക്കുക. അവരിങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. 5ാമത്തെ ഒരു വിഭാഗം കൂടെ ഉണ്ട് പ്രതികരിക്കുന്നവർ. ഏറ്റവും റീസെന്റ് അനുഭവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടോട്ടിയ പ്രദേശത്ത് നമുക്ക് വിളിക്കാം. ഒരു സാമൂഹിക ഒരു പ്രശ്നമല്ലായിരുന്നു, ഒരു മാസ്ക് പ്രശ്നമല്ല, മരിച്ചെങ്കിൽ മരിക്കട്ടെ, കൊറോണ എങ്കിൽ കൊറോണ പോയി. അത് വളരെ മൈനോറിറ്റിയാണ്. 5ാമത്തെ ആദ്യത്തെ 4 വിഭാഗം കാഴ്ചക്കാരാവാൻ ഭയങ്കര എളുപ്പമാണ്. കാഴ്ചവെക്കാനും മുമ്പിൽ പോയിരുന്ന് ആദ്യത്തെ 4 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു റോൾ എടുത്ത് അതിനെ എല്ലാം ന്യായീകരിച്ചോ വിമർശിച്ചോ ആശ്വസിച്ചോ ഒക്കെ പോകുന്ന സഹതപിച്ചോ ഒക്കെ പോരുക എന്ന് പറയുന്നു. ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ച കാലഘട്ടങ്ങളിൽ ഇടപെട്ട സ്ഥലങ്ങളിൽ ഏത് തരം കാഴ്ചക്കാരനായിരുന്നു ഇത്രയും നാളും ഞാൻ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം സൈറ്റ് ഈസ് എ ബ്ലെസ്സിങ്. പ്ലീസ് ഡോണ്ട് ഇൻസൾട്ട് ദാറ്റ് ബ്ലെസ്സിങ്, ദാറ്റ് സൈറ്റ്. കാഴ്ച ഒരു അനുഗ്രഹമാണ്. കാഴ്ചയെയും കാഴ്ച തന്നവനെയും ഇൻസൾട്ട് ചെയ്യും. കാഴ്ച തന്നത് പ്രതികരിക്കുകയാണ്. കാഴ്ചയില്ലാത്ത ഒരാളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നുള്ളൂ, ഞാൻ അത് ചെയ്തേനും ഇത് ചെയ്തേനൊക്കെയാണ്. കാഴ്ചയില്ലാത്തൊരു ചുമ്മായിരിക്കും, കണ്ടിട്ട് സഹതപിച്ച് ആശ്വസിച്ച് അത്ഭുതപ്പെട്ടു പോരുക. ഇനി കാഴ്ച ബംഗ്ലാവിൽ പോകുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ റോളിൽ ഒന്ന് മാറി മാറി ഒന്ന് നിൽക്കുന്ന സമയം ഉണ്ടാവട്ടെ. ഒരുപക്ഷെ 5ാമത്തെ പാഠം വരേണ്ടത് നമ്മുടെ അമ്പാടി സാറ് പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് കാഴ്ചയ്ക്കപ്പുറവും കാണണം. പ്രകടിപ്പിക്കുന്നവയും പ്രദർശിപ്പിക്കുന്നവയും അല്ല യഥാർത്ഥ അവസ്ഥ. വെറുതെ തിരുവനന്തപുരം ടൗണിൽ കൂടെ ഇറങ്ങിപ്പോയി രാവിലെ മോർണിംഗ് വാക്കിന് ഇറങ്ങുന്ന സമയത്ത് എതിരെ വരുന്ന 50 പേരുടെയും അവസ്ഥ ആ കാണുന്നതല്ല. അവന്റെ ഉള്ളിൽ കനലെരിയുന്നുണ്ടാവും, കടലെരുമ്പുന്നുണ്ടാവും. ഇതൊന്നും എന്റെയും നിങ്ങളുടെയും മുമ്പിൽ കാണിക്കാതെ ആത്മാഭിമാനത്തിന്റെ പേരിലോ അന്തസ്സിന്റെ പേരിലോ ആരെങ്കിലും ഒക്കെ ഇരിക്കുന്നതാവും. കാഴ്ച ബംഗ്ലാവിൽ അകപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് സിംഹത്തിന് അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പറ്റുമെന്നില്ല. സത്യമാണ്, അതിന് വേദന ഉണ്ടാവും, അതൊരിക്കലും മിണ്ടുന്നില്ല. അവിടെ ചെന്നിട്ട് കുരങ്ങിന്റെ മുമ്പിൽ പഴം കൊടുത്തും EP കാണിച്ചും ഒക്കെ നമ്മുടെ ചില സന്തോഷങ്ങളും ചില ക്രൂര വിനോദങ്ങളും ഒക്കെ നടത്തിയിട്ട് നമ്മൾ പോരുകയാണ് ചെയ്യുന്നത്. ഈ അപകടം ഉള്ളതിന്റെ പേരിലാണ് എല്ലാ മൃഗശാലയുടെയും പുറത്ത് അവരെഴുതി വെക്കുന്നത് കൈയിടരുത്, അകത്ത് കിടക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെയുള്ളത്. വേറൊരു സത്യം കൂടെ ഉണ്ട്, അകത്ത് കിടന്ന അവൻ ആരാണെന്ന് അറിയും. വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഗ്രില്ലിനകത്ത് കിടക്കുക, ആരും കാണാതെ അവന്റെ പോലും അനുവാദമില്ലാതെ ഒന്ന് ഭേദിച്ച്, എന്നിട്ട് ഈ പ്രദർശിപ്പിക്കുന്നവരുടെ കൂടെയൊക്കെ പ്രദർശനത്തിന് വയ്ക്കപ്പെട്ടിരിക്കുന്നവരുടെ കൂടെയൊക്കെ ഒന്ന് കുറച്ച് സമയം ചെലവഴിച്ചു. ലോകം മുഴുവൻ അപമാനിക്കുന്ന പ്രദർശന വസ്തുവാക്കി മാറ്റി വെച്ചിരിക്കുന്ന ആരുടെ കൂടെയെങ്കിലും 1 മിനിറ്റെങ്കിലും ഞാനോ നിങ്ങളോ ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവനെ അപമാനിക്കില്ല. ഏറ്റവും വലിയ ക്രൂരന് കുറ്റകൃത്യത്തിന് മുമ്പിൽ പിടിച്ച് വിധിക്കപ്പെട്ട് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു കുറ്റവാളിയുടെ കൂടെ
ഒരു 30 സെക്കൻഡ് അവന്റെ ഒന്ന് അടുത്തിരുന്നു കഴിഞ്ഞാൽ ഞാനും നിങ്ങളുമെങ്കിലും മാത്രമെങ്കിലും അവനെ കുറ്റവാളി വിളിക്കാതിരിക്കാൻ സാധിക്കും. അപ്പം കാഴ്ചയ്ക്കപ്പുറം ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കാഴ്ചകൾക്കും പുറകിൽ ചില കാര്യങ്ങളുണ്ട് അവർക്ക് പ്രദർശിപ്പിക്കാൻ പറ്റാത്തത്. നോക്കിയാ പോരാ, കാണണം. കണ്ടാ പോരാ, നിരീക്ഷിക്കണം. നിരീക്ഷിച്ചാ പോരാ, പ്രതികരിക്കണം. എനിക്ക് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്ന കാഴ്ചകൾ മാത്രമേ എല്ലാവരും പ്രദർശിപ്പിക്കൂ. എന്റെ ഒരു മോശം ഭാഗങ്ങളും ഞാൻ ട്രിവാൻഡ്രം ഫെമിലിയയിൽ എന്റെ ട്രെയിനിങ് കൂടുന്ന ഒരാളുടെ മുമ്പിൽ അവതരിപ്പിക്കില്ല. ഞാൻ അത്രയ്ക്ക് സൂത്രശാലിയാണ്. എന്റെ പ്രൊഫൈലൊന്നുമല്ല ഞാൻ. എന്റെ ഒരു സ്വകാര്യതയും അറിയരുതെന്ന് മാത്രമല്ല, എന്റെ അപ്പിയറൻസ് ഗംഭീരമാവണമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഞാനൊരു പ്രൊഫഷണൽ ഡ്രസ്സൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. എന്നെ കാണുന്ന കുറ്റം പറയരുത്. ഹൈഡ് ചെയ്യാനുള്ളതെല്ലാം കൃത്യമായി ഹൈഡ് ചെയ്യപ്പെടുകയും ഒന്നും പുറത്തു വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി തന്നെ ഞാൻ അങ്ങനെ ഇരിക്കുന്നു. അല്ലാതെ ആരെങ്കിലുമൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അകപ്പെട്ടു പോകുന്നതാണ്. നിവൃത്തികേട്, ചിലപ്പോൾ പിടിക്കപ്പെടും, ചിലപ്പം ഒറിജിനൽ സ്വഭാവം കാണിക്കാതെ പുറത്തു വരാൻ പറ്റില്ല, ചിലപ്പം പ്രലോഭിതനാവും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിവൃത്തികേട് കൊണ്ട് പ്രദർശിപ്പിച്ചു പോകുന്നു. അല്ലെങ്കിൽ വളരെ കൃത്യമായി പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രദർശിപ്പിച്ചു പോകും. ആറാമതായിട്ടേ ഒരു കാഴ്ച പരിശോധന നടത്തണം. ഇനി കാഴ്ച ബംഗ്ലാവിൽ പോകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് അതെന്ത് ടെസ്റ്റിംഗ് ആണെന്ന് അറിയാം. ഐ ടെസ്റ്റിംഗ്. ഒരു ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത്. ഞാൻ ഉദ്ദേശിച്ചത് EYEI ആണ്. ഐ എന്ന് പറയുന്ന സ്പെഷ്യലിസ്റ്റ് അല്ല. ഇംഗ്ലീഷിലെ ആൽഫബറ്റിലെ ഐ എന്ന് പറയുന്ന ലെറ്ററിന്റെ സ്പെഷ്യലിസ്റ്റ് ഐ സ്പെഷ്യലിസ്റ്റ് അല്ല. കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റ് ഐ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. ഇത്രയും നാളും കാഴ്ച ബംഗ്ലാവിൽ പോയി നിൽക്കുന്ന സമയത്ത് ഞാൻ ആൽഫബറ്റിലെ ഐ സ്പെഷ്യലിസ്റ്റാണ്. ആ മയില് അതെനിക്ക് സുന്ദരനല്ല, ആ മയിലിനെ വിട്ടിട്ട് ഞാൻ അപ്പുറത്തെ മയിലിന്റെ പുറകെ പോയി. ഹിപ്പോപ്പൊട്ടാമസ്, അതിനെ കാണാൻ ഒരു സുഖമില്ല, വൃത്തികെട്ട മുഖമാണ്. അപ്പുറമായി ജിറാഫിനെ കാണാം. ഞാൻ ഐ സ്പെഷ്യലിസ്റ്റാണ്. എനിക്കിഷ്ടമുള്ള കാഴ്ചകൾ തിരഞ്ഞെടുത്ത് കണ്ടു. എനിക്കിഷ്ടമുള്ളതിന്റെ കൂടെ മാത്രം കൂടുതൽ സമയം നിന്നു. എന്റെ കണ്ണിനെ തൃപ്തിപ്പെടുത്തി എന്റെ വികാരങ്ങൾക്ക് വളരെ കൃത്യമായ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി നൽകി ഞാൻ അങ്ങനെ കൂടി നിൽക്കുക. കണ്ണൊന്ന് കഴുകിയിട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ ചെളി പുരണ്ട ചില ദേഹങ്ങൾ കാണും. ഇത്രയും നാള് അടുത്തിരുന്ന പലരെ കുറിച്ചും ഒന്നും അറിഞ്ഞിരുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള തോന്നൽ ചിലപ്പോൾ ഉണ്ടാവാറില്ലേ? അവനായിരുന്നു, അവക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നും കാണുന്നതാണല്ലോ. ഞങ്ങൾ ഒരുമിച്ചാണ് നടക്കാൻ പോവാറ്. ഒരേ ക്ലാസ്സിൽ പഠിച്ചവരാണ്. എന്നും ഈ പള്ളിയിൽ വരുന്നയാളാണ്. എല്ലാ കാര്യത്തിലും മുമ്പിൽ നിന്നയാളാണ്. അവളോ അവനോ ഇങ്ങനെയോ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാരണമേ ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മളൊക്കെ ഗ്രില്ലിന് വെളിയിൽ നിന്നിട്ട് അവന്റെ ഫാൻസി ഡ്രസ് കണ്ട ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ഫാൻസി ഡ്രസ് കളിച്ച ആൾക്കാർ. ഇത് രണ്ടും കാഴ്ചകൾ അവന്റെ പ്രത്യേകതയാണ്. ഒന്നെങ്കിൽ അവരുടെയൊക്കെ പ്രച്ഛന്ന വേഷമൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആഘോഷിച്ച്, നമ്മൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഗവേഷകരുടെ വേഷമൊക്കെ കെട്ടി പഠനമൊക്കെ നടത്തി നമ്മൾ അങ്ങോട്ട് പോകും. ഇല്ലെങ്കിൽ നമ്മൾ നല്ല മുഖംമൂടി അണിഞ്ഞ് പ്രച്ഛന്ന വേഷം കെട്ടി നമ്മളിങ്ങനെ ഇറങ്ങിയിരിക്കുന്ന ആൾക്കാർ, നമ്മുടെതെല്ലാം ഹൈഡ് ചെയ്തിട്ട് പ്രകൃതിയെക്കുറിച്ചും മൃഗങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിച്ച് ആധികാരികമായി നമ്മൾ ഇറങ്ങിപ്പോകുന്ന ആൾക്കാർ. വീണ്ടും ഒരു തവളക്കഥ. തൊട്ടപ്പുറത്തെ പൊട്ടക്കിണറ്റിൽ ഒരു തവള കിടക്കുന്ന സമയത്ത് വർഷങ്ങളായിട്ട് സീനിയറിറ്റി ഒക്കെ ഉള്ള ഒരു തവളയാണ്. അവന്റെ സാമ്രാജ്യമാണ് ആ കിണർ. അവനൊരു സുപ്രഭാതം നോക്കുമ്പം വേറൊരു തവള അപ്പുറം. ഞാനാണ് ഇത്ര ദൂരെ നിന്ന് വന്ന ഒരു തവളയാണ്. നീ എവിടുന്നാ വരുന്നേ? ഞാൻ കടലിൽ നിന്നാ വരുന്നത്. കടലോ? അതെന്നാ സാധനം? തവളയ്ക്ക് അറിയാവുന്ന രീതിയിൽ കടൽ എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ഒരുപാട് ഏരിയ ഉണ്ട്, വെള്ളമുണ്ട്, ആഴമുണ്ട്, പരപ്പുണ്ട്,
തിമിംഗലമുണ്ട്, മുത്തുകളുണ്ട്, പവിഴങ്ങളുണ്ട്. ഇങ്ങനെ എല്ലാം അറിയാവുന്ന രീതിയിൽ ഒരു 15 മിനിറ്റ് പ്രഭാഷണമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ മറ്റേ കിണറ്റിൽ കിടന്ന തവള അവൻ ലോകത്തിൽ ഇതുപോലെയുള്ളൊരു നുണയനെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കാണുക. ഈ കാഴ്ച ബംഗ്ലാവിൽ ആനന്ദിക്കുകയും അവിടെ തന്നെ അന്ത്യശ്വാസം വലിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അകപ്പെട്ടു പോകുന്നതല്ല തെറ്റ്. ഈ അകപ്പെട്ടു എന്തോ അല്പം സൗണ്ട് കൂട്ടണമെന്ന് പലരും കൂടുന്നുണ്ടോ? അപ്പോ അകപ്പെട്ടു പോകുന്നതല്ല തെറ്റ്, അതിനകത്ത് അഭിരമിക്കുന്നതാ തെറ്റ്. അകപ്പെട്ടു പോകാനുള്ള സാധ്യത ഏത് പ്രായത്തിലുള്ള ആൾക്കും ഏത് സാഹചര്യത്തിലുള്ള ആൾക്കും എപ്പോഴും ഉണ്ട്, അതെനിക്കും ഉണ്ട്. പക്ഷെ കുറെ നാള് കഴിയുമ്പോഴത്തേന് നമ്മൾ ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്നൊക്കെ പറയുന്ന പോലെ കുറെ നാള് കഴിയുമ്പോൾ ഈ അകപ്പെട്ടു പോയ സ്ഥലത്തിനോടൊരു സ്നേഹം തോന്നും. ഒരിക്കലും കൊള്ളരുതെന്നും വന്ന് ചേരരുതെന്നും തോന്നിയ ഒരു സ്ഥലത്തോടൊരു സുഖം. അതുകൊണ്ടല്ലേ കുറ്റവാളികൾ പലരും വീണ്ടും ജയിലിൽ തന്നെ കിടക്കാനും വീണ്ടും കുറ്റവാളിയായിട്ട് തിരിച്ചു വരാനും അവന് തോന്നുന്നതിന്റെ കാരണങ്ങൾ ഒന്നതാ. അകപ്പെടുന്നതല്ല തെറ്റ്, അതിനകത്ത് അഭിരമിച്ച് അന്ത്യശ്വാസം വരെ അതിനകത്ത് ഇരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. സ്വന്തം മാളങ്ങൾക്കകത്തെ സ്വയം നിർമ്മിത സുഖവാസ കേന്ദ്രങ്ങൾ, അതൊരു സുഖമുള്ള അവസ്ഥയാണ്. ഇര തേടാതെ തിന്നാം, ഇണ തേടാതെ പ്രണയിക്കാം. എന്താ മെനു അനുസരിച്ചാണ് ഫുഡ് കിട്ടുന്നത്. ഈ കാഴ്ച ബംഗ്ലാവിന്റെ ഉടയവൻ അതിനകത്ത് നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കുകയും ചെയ്യും, നിനക്ക് എന്തിന്റെ കുറവാടാ? ഇര തരുന്നില്ല, ഇണ തരുന്നില്ലേ? ഇതെല്ലാം വളരെ കൃത്യമായി നിന്റെ മുമ്പിലേക്ക് നിനക്ക് എന്തിന്റെ കുഴപ്പം? അതിനകത്ത് പണിയെടുക്കാതെ തിന്നാൻ പറ്റുകയും പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ തരത്തിലും സൂഹിക്കുകയും ജീവിക്കുകയും ചെയ്യാൻ പറ്റുന്ന ആളല്ലേ? കാട്ടിലെ സിംഹത്തെ കണ്ടാലും കാഴ്ച ബംഗ്ലാവിലെ സിംഹത്തെ കണ്ടു കഴിഞ്ഞാലും ഫിസിക്കലി ഒരുപോലെ ഇരിക്കുന്നത്. പിന്നെ എന്താ വ്യത്യാസം? ഇനി ഏതെങ്കിലും മോട്ടിവേഷൻ സ്പീക്കറുടെ വാക്ക് കേട്ടിട്ട് കാഴ്ച ബംഗ്ലാവിലുള്ള സിംഹത്തിന് പുറത്തേറണം തോന്നിക്കഴിഞ്ഞാൽ പോലും കാട്ടിലെ സിംഹത്തിന്റെ ഫോട്ടോ കൊണ്ട് കാണിച്ചാൽ പോരെ, നീ വരും ഒന്നാം അടിപൊളി, അവൻ അവിടെ അടങ്ങിയിരിക്കേ. എന്തൊരു സുഖം. നമ്മളെ പോലുള്ള ഒരുപാട് ആൾക്കാര് ഈ കുരങ്ങൊക്കെ വന്നിരിക്കുമ്പോൾ ഈ കുരങ്ങിന്റെ കൂടെ വന്നൊരു സെൽഫി എടുക്കും. കുരങ്ങിന് ഭയങ്കര സന്തോഷം. എന്റെ കൂടെ ആൾക്കാർ അങ്ങനെ ഏറ്റവും കൂടുതൽ സെൽഫി എടുക്കപ്പെട്ട മൃഗങ്ങളുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇല്ലെങ്കിൽ കുറെ സൗണ്ട് കേൾപ്പിച്ച് കുറെ ഭക്ഷണം തരും, ഇല്ലെങ്കിൽ കുറെ കുട്ടികളെയൊക്കെ കൊണ്ട് നമ്മൾ മുമ്പ് ഗ്രില്ലിനുള്ളിൽ നമ്മളൊക്കെ ഇങ്ങനെ കളിപ്പിക്കും. അകത്ത് കിടക്കുന്നതിന്റെ ഒക്കെ വിചാരം മിക്കവാറും അവരെ കാണുമ്പോൾ സന്തോഷം കൊണ്ടും അവരുടെ കഴിവ് പുറത്തെടുത്തത് കൊണ്ടും അവരുടെ എന്റർടൈനിങ് കപ്പാസിറ്റി കൊണ്ടും ഈ പുറത്ത് നിൽക്കുന്നവനൊക്കെ ചിരിച്ചതാണെന്നൊക്കെയുള്ള പരിഹാസം വരയ്ക്കുമ്പോൾ ഒരു സമയത്ത് പെട്ടുപോയല്ലോടാ എന്നുള്ള ചിന്തയായിരിക്കും ഇതിനകത്തൊക്കെ വരുന്നത്. നമുക്കും ഇങ്ങനെയുള്ള ചില മാളങ്ങളുണ്ടോ എന്നൊന്ന് ചിന്തിച്ചോണ്ടേ. അകപ്പെട്ടു പോയ, ആരും അറിയാതെ അകപ്പെട്ടു പോയ, ഇപ്പോഴും അതിനകത്തിരുന്ന് ആനന്ദിക്കുന്ന ചില സ്ഥലങ്ങളും ചില സുഖവാസ കേന്ദ്രങ്ങളും സ്വന്തം മാളങ്ങൾക്കകത്തെ സ്വയം നിർമ്മിത സുഖവാസ കേന്ദ്രങ്ങൾ. ഒന്നും ആർക്കും അറിയത്തില്ല കേട്ടോ. നിജയുടെ സുഖവാസ കേന്ദ്രങ്ങൾ എന്തൊക്കെയാണെന്ന് നിജയുടെ ഭാര്യയ്ക്കും മക്കൾക്ക് ഒന്നും അറിയാൻ സാധ്യതയില്ല. എന്ന് അവിടുന്ന് പുറത്തു വരാൻ പറ്റുന്നു, ഒരുപക്ഷെ അവിടെ ഒക്കെ ആയിരിക്കും ഞാനൊരു മനുഷ്യനായി തീരാനുള്ള സാധ്യത. 8ാമത്തെ പാഠത്തിലേക്ക് വന്നാൽ, എത്തിച്ചേർന്ന തീരങ്ങളോട് വിട പറയാതെ പുതിയ തീരങ്ങളിലേക്ക് എത്തിച്ചേരും. ഒട്ടക്കിണറ്റിൽ നിന്നും തവള എന്താണ് പുറത്തു വരാത്തത് എന്നതുകൊണ്ടാണ് കടൽ കാണാൻ പറ്റാത്തത്. മറ്റേ തവളയെ സംബന്ധിച്ച് കടലാണ് ലോകമെന്ന് കരുതിയിരുന്നെങ്കിൽ അവനൊരിക്കലും പൊട്ടക്കിണർ കാണാനും പറ്റിയല്ലായിരുന്നു. അതിനും അപ്പുറത്തേക്ക് എന്തൊക്കെയോ ഒരു ലോകമുണ്ടെന്നോ അത് വ്യത്യസ്തമായ ലോകമുണ്ടെന്ന് മനസ്സിലാക്കിയതാണ് മറ്റേ കടലിൽ നിന്നും കിണറ്റിലേക്കുള്ള ഒരു യാത്ര. കിണറ്റിൽ നിന്നും കടലിലേക്കുള്ള യാത്ര പോലെ തന്നെ പ്രധാനവുമാണ് ഈ കിണറ്റിൽ നിന്നും കടലിലേക്കും രണ്ട് യാത്രകൾ. ഉറവയിൽ നിന്നും പുറപ്പെടാത്ത വെള്ളം എങ്ങനെ അരുവിയാകും? അരുവിയിൽ നിന്നും പുറപ്പെടാത്ത വെള്ളം എങ്ങനെ ആറാകും?
ആറിൽ നിന്നും പുറപ്പെടാത്തത് എങ്ങനെ കായലാവും? കായലിൽ നിന്നും പുറപ്പെടാത്തത് എങ്ങനെ കടലാവും? ഇപ്പോ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു എത്തിച്ചേർന്ന ഒരു സുഖവാസ കേന്ദ്രത്തിൽ ഇങ്ങനെ സൂഹിക്കുകയാണ്. ഒരു തൊഴിൽ കിട്ടിയാൽ ആ തൊഴിലിന്റെ സുഖവാസ കേന്ദ്രം. 25-ാം വയസ്സ് തൊഴിൽ കിട്ടി, 55-ാം വയസ്സ് റിട്ടയർ ചെയ്താൽ മതി. അത് സർക്കാർ ജോലിയിലാണെങ്കിൽ പിന്നെ ഉടയ തമ്പുരാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്താക്കാനും പറ്റത്തില്ല. 35 വർഷത്തെ സുഖവാസ ജീവിതം, ഒരു ത്രില്ലുമില്ലാണ്ട്, കിളിവാതിൽ പോലുമില്ലാതെ സ്വയം കെട്ടി ഉയർത്തിയ ചില കോട്ടകളുണ്ട്. ചിലർക്കത് രാഷ്ട്രീയമായിരിക്കാം, ചിലർക്കത് തൊഴിലായിരിക്കാം, ചിലർക്കത് പ്രാദേശികതയായിരിക്കാം, ചിലർക്കത് ഭാഷയായിരിക്കാം. അതിനകത്തുനിന്ന് വെളിയിൽ വരാൻ ഒരു കാരണവശാലും പറ്റുന്നില്ല. എനിക്ക് കപിൽ ദേവിനോടുള്ള ബഹുമാനം, കപിൽ ദേവ് 1983 ലോകകപ്പ് ഇന്ത്യൻ ടീമിന് വേണ്ടി ഉയർത്തി എന്നുള്ളത് മാത്രമൊന്നുമല്ല, റിട്ടയർ ചെയ്ത ഉടനെ തന്നെ ക്രിക്കറ്റിന്റെ സുഖവാസ കേന്ദ്രം ഉപേക്ഷിച്ചു എന്നുള്ളത് തന്നെയാണ്. അയാൾക്കും ഗോൾഫ് പ്ലെയറാണ്, ഇന്ത്യ റെപ്രസെന്റ് ചെയ്യുകയാണ്. ആ മനുഷ്യനെ ഞാൻ സല്യൂട്ട് ചെയ്യും. അത്രമാത്രം ഉന്നതിയിൽ നിന്നിട്ടും ആ മാളങ്ങളിൽ നിന്നും വെളിയിൽ ചാടാൻ വേണ്ടി പറ്റിയ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടി നിൽക്കുന്ന സമയത്തും അവിടുന്ന് വെളിയിൽ ചാടാൻ പറ്റിയൊരു മനുഷ്യൻ. 3 മത്സ്യങ്ങള് ഒരു തടാകത്തിൽ ഇങ്ങനെ കുറെ നാളുകളായിട്ട് ജീവിക്കുക. ഒരു ദിവസം രാവിലെ നോക്കിയപ്പോ ഒരു മുക്കും വന്നിട്ടുണ്ട്. മീൻപിടുത്തക്കാരൻ, സാധാരണക്കാരൻ മീൻപിടുത്തക്കാരൻ വന്നിട്ടുണ്ട്. 1-ാമത്തെ മത്സ്യത്തിന് മനസ്സിലായി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സംഭവം പ്രശ്നമാവാൻ സാധ്യതയുണ്ട്, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അവൻ ഓടി വിളിച്ച സംഭവം 1-ാമത്തും പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് 2-ാമത്തും ഇത്തിരി ബോധം ഉണ്ടായത്. ഇനിയിപ്പോ ഞങ്ങൾ ആകപ്പാട് 2 ഉള്ളൂ. അവനങ്ങ് പോവുകയും ചെയ്തു. പിടിക്കപ്പെടാനുള്ള സാധ്യത ഒന്നുകൂടെ കൂടി. പക്ഷെ മീൻപിടുത്തക്കാരൻ അടുത്ത് എത്തുകയും ചെയ്തിരുന്നു, പിടിക്കപ്പെടുമെന്ന് ഉറപ്പാവുകയും ചെയ്തിരുന്നു. അവന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയും ഇല്ലാതെ വന്നു. അവനൊരു കാര്യം ചെയ്തു, ചത്തപോലെ കിടന്നു. ഈ വലയിൽ വീണിട്ട് നോക്കിക്കഴിഞ്ഞപ്പം മീൻപിടുത്തക്കാരൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചത്ത് കിടക്കുക. ചത്ത മീനിനെ കൊണ്ട് പോകാൻ ഒരു ത്രില്ലില്ലാത്തതുകൊണ്ട്, പുള്ളിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഇവനെ നേരെ പുഴയിലേക്ക് എറിയുകയും ചെയ്തു. പേര് കൊടുത്തപാടി ഇറങ്ങി സ്ഥലം വിട്ടു. 3-ാമത്തെ മത്സ്യം ഈ വലയിൽ അകപ്പെട്ടു. ഇയാള് നേരെ കൊണ്ട് വറചട്ടിയിൽ ഇടുകയും ചെയ്തു. വറചട്ടി കിടന്നിട്ട് 3-ാമത്തെ മത്സ്യത്തിന്റെ ഒരു ആത്മകഥ ഉണ്ട്. ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ ഇനിയിപ്പോ തടാകം വരെ എത്താനുള്ള സാധ്യതയില്ല, അതുകൊണ്ട് അടുത്ത ജന്മത്തിലെ കടലിൽ ജനിക്കും. ബംഗ്ലാവിന്റെ 9-ാമത്തെ പാഠം, ഈ സ്വയരക്ഷാ മനോഭാവങ്ങൾ ഇല്ലാത്തവരെല്ലാം ആത്മഹത്യാ പ്രവണതയുള്ളവരാണ്. ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്തിട്ടില്ല എന്ന് അർത്ഥമൊന്നുമില്ല. സ്വയംരക്ഷ ഒരു കുറ്റകരമായ കാര്യവുമല്ല. അപകടങ്ങളെ മുൻകൂട്ടി കണ്ടാൽ പോലും മാറാൻ പറ്റാത്ത വിധം കെണികളെ ഇഷ്ടപ്പെട്ടു പോകുന്ന ചില ആൾക്കാരുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ മദ്യപന്മാരെയോ കഞ്ചാവുകാരെയോ മയക്കുമരുന്നുകാരെയോ ഒക്കെ നമ്മളൊരു പരിധിക്ക് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിരുന്നതിൽ പോലും അർത്ഥമില്ല. അത് അപകടങ്ങളെ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊരു ഗണിയായിരുന്നു. ഇന്നും അതിനകത്തുനിന്ന് അവരാഗ്രഹിക്കുന്ന സമയത്ത് പോലും രക്ഷപ്പെടാൻ വേണ്ടി പറ്റുന്നില്ല. ആ കാഴ്ചക്കകത്തൊന്നും ആ ഗ്രില്ലിനകത്തൊന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. കാഴ്ച ബംഗാളിലുള്ള പല മൃഗങ്ങളുടെയും അവസ്ഥ അത് തന്നെയല്ല. ആഗ്രഹമുണ്ട്, പക്ഷെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഈ സുഖവാസ കേന്ദ്രങ്ങൾ നമ്മൾ ഒരിക്കലും സ്ഥിരവാസ കേന്ദ്രങ്ങളാക്കാറില്ല. കൊടൈക്കനാലിൽ പോകാൻ നമുക്കിഷ്ടം. എന്നാലും അവിടെ പോയി ഒരു 10 സെന്റ് സ്ഥലം മേടിച്ചിട്ട് ഭാര്യയും മക്കളിലായിട്ട് അവിടെ പോയി താമസിച്ചാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരതാമസം, വെക്കേഷൻ പോകുമൊക്കെ ഓക്കെ. കാരണം ഇത് രണ്ട് പർപ്പസാണ്, 2 ഉദ്ദേശങ്ങൾ. ആ സ്ഥലങ്ങളുടെ ഉദ്ദേശം, എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശവും സുഖവാസ കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗം സമയം ജീവിതം മൊത്തം ചെലവഴിക്കുക എന്നുള്ളതൊന്നും അല്ല. സ്ഥിരവാസ കേന്ദ്രങ്ങള് അധ്വാന കേന്ദ്രങ്ങളും പരിശ്രമ കേന്ദ്രങ്ങളും. സുഖവാസ കേന്ദ്രം ഇടയ്ക്ക് ഈ അധ്വാനത്തിനും പരിശ്രമത്തിനും ഇടയ്ക്കെല്ലാം കുറച്ച് സമയം കിട്ടിയെങ്കിൽ ഒരിത്തിരി സമയം പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സമയം. ആ സമയങ്ങളെ നമ്മൾ സ്ഥിരവാസ കേന്ദ്രങ്ങളാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതൊരു ആത്മഹത്യാ പ്രവണതയാണ്. അതിനകത്ത് രക്ഷപ്പെടാൻ പോലും നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നമ്മളെ തന്നെ നശിപ്പിക്കുക ചെയ്യുന്നു. ജീവനുള്ളപ്പോഴും ഈ മരിച്ചവനെ പോലെ ജീവിക്കേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ട്. മറ്റേ 2-ാമത്തെ മീനി
രക്ഷപ്പെട്ടു എന്നുള്ളത് സത്യം. രക്ഷപ്പെടാനുള്ള കാരണം ചത്തവനായിട്ട് അഭിനയിച്ചു എന്നുള്ളതാണ്. എത്രയോ മനുഷ്യന്മാര് പണ്ടത്തെ ഇംഗ്ലീഷിലെ സം പീപ്പിൾ ഡൈ അറ്റ് ദ ഏജ് ഓഫ് 18 ആൻഡ് ബuried at the age of 80. ചിലവന്മാര് 18 വയസ്സ് ചത്തുപോകുന്ന, അവരടക്കുന്നത് 80 വയസ്സിലാണ്. ഞാൻ നിർഗുണനാണെന്നും ഞാൻ നിരുപദ്രവകാരിയാണെന്നും ഞാൻ ആർക്കും ഒരു ശല്യം ചെയ്യാത്തവനാണെന്നും ഒക്കെ വരുത്തി തീർത്തിട്ട് ഇങ്ങനെ ഇഴഞ്ഞ് വലിഞ്ഞ് ജീവിക്കുക, അതിനേക്കാൾ വലിയ ഗതികേട്. കാര്യങ്ങള് മുൻകൂട്ടി കണ്ടറിഞ്ഞ് ഒന്നാമത്തെ മത്സരത്തെ പോലെ ബംഗ്ലാവിൽ നിന്നും കാഴ്ച ബംഗ്ലാവിൽ നിന്ന് എനിക്ക് പുറത്തു ചാടാൻ പറ്റുന്ന സാധ്യതകളല്ലേ എന്റെ മുമ്പിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ ചിന്തകൾ. 10ാമത്തെ പാഠം മൂന്നാമത്തെ മത്സ്യം, ആ ചട്ടിയെ കിടന്ന മത്സ്യം ഓർക്കേണ്ടതാണ്. വറചട്ടിയിൽ നിന്നും എടുത്തു ചാടി വിസ്മയങ്ങൾ തീർത്തവരുണ്ട്. കരിഞ്ഞു എന്ന് ഉറപ്പിച്ചിടത്തും തകർന്നു എന്ന് ഉറപ്പിച്ചിടത്തു നിന്നും ഇനിയൊരു രക്ഷയില്ല എന്ന് ഉറപ്പിച്ച സ്ഥലത്തു നിന്നും പുറത്തു ചാടി തടാകത്തിലെത്തിയവരെ, സ്വന്തമായ തടാകങ്ങളും പുഴയും കടലും ഒക്കെ സൃഷ്ടിച്ചവരെ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ആരെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ ബഹുമാനിക്കുന്നുണ്ടോ അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കൊള്ളുക. അവരൊക്കെ രണ്ടും കൽപ്പിച്ച് എഴുതിയാടിയിട്ടുള്ളത്. മഹാത്മാഗാന്ധിയിലേക്കൊക്കെ നോക്കിയാൽ മതി. ഒരുപാട് എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നു. ഒരു എക്സാമ്പിൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി. ചുമ്മാ എത്ര സ്വാതന്ത്ര്യ സമര സേനകൾ ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോൾ മഹാത്മാഗാന്ധിക്ക് അങ്ങനെ നമ്മൾ കൊടുത്തേ പറ്റൂ. അമ്മ കോഴിമുട്ടയെല്ലാം കൂടെ വിരിയിക്കാൻ വേണ്ടി വെച്ച സമയത്ത് അറിയാതെ ഒരു താറാവിന്റെ മുട്ട അതിനകത്ത് വന്നു. കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞു. ഒരെണ്ണം താറാവ് കുഞ്ഞായിരുന്നു. 10-21 എണ്ണം ഉണ്ട്. ഇതെല്ലാം കൂടെ തീറ്റ കയറി നടക്കുന്നു. എല്ലാ ദിവസവും വരുന്നു. ഈ അമ്മയും വലിയ കൈയായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. തള്ളക്കോഴിയും വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. 10-21 എണ്ണമില്ല. ഇതെല്ലാം കൂടെ പേഴ്സണാലിറ്റി ചെയ്യാൻ പറ്റും. തീറ്റയൊക്കെ കൊടുത്ത് പുഴുവിനെയൊക്കെ പിടിച്ചു കൊടുത്ത് വീടിന്റെ പരിസരത്തോടെ എല്ലാം നടന്ന് അങ്ങനെ ഒരു 1-2 ആഴ്ച എങ്ങനെയൊക്കെ പോയി യാതൊരു സന്തോഷത്തോടെ നിൽക്കും. 15-16 ദിവസമായി കഴിഞ്ഞപ്പം ഈ തള്ളക്കോഴി ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത്തിരി ദൂരത്തേക്ക് നടന്നുപോയി. അവിടെ ഒരു ചെറിയ നദി ഉണ്ടായിരുന്നു. നദിയുടെ തീരത്ത് ചെന്നപ്പം ഒരാളെ മാത്രം ബാക്കിയെല്ലാം മാറി നിന്നപ്പം ആ താറാവിന്റെ കുഞ്ഞ് മാത്രം പതുക്കെ നദിയിലേക്ക്. ഉള്ളക്കോഴി കിടന്ന് നേല വിളിക്കാൻ തുടങ്ങി, ഒച്ച വെക്കാൻ തുടങ്ങി, ചീത്ത വിളിക്കാൻ തുടങ്ങി, കയറി വാടാ ബാക്കി 20 എണ്ണം കയറാൻ നിൽക്കില്ല, മാത്രം എന്നോടാ പ്രശ്നം, ബാക്കി എല്ലാവരും നീ പറയും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, നിനക്ക് നീ ഇങ്ങനെയാണ് നാന്തോന്നി ആയിപ്പോയി, നിന്റെ അപ്പൻ ഇങ്ങനെയല്ലോടാ, നമ്മുടെ കുടുംബത്തിൽ ആരും ഇങ്ങനെയില്ലോടാ എന്ന് പറയുന്ന കംപ്ലീറ്റ് സാധനം പറഞ്ഞു. ഇങ്ങനെ തള്ളക്കോഴിയുടെ ഗിരിപ്രഭാഷണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആറാമിന് പറയുന്ന ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ്, ഞാൻ ഇറങ്ങി പോകുന്നത് എന്റെ കുറ്റമല്ല, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ കുഴപ്പം. എന്റെ രീതി ഞാൻ ചെലവഴിക്കേണ്ടതും വെള്ളത്തിലാണ്. കരയിൽ മാത്രമേ നിൽക്കാൻ നിങ്ങൾക്ക് അറിയൂ എന്നുള്ളതും നിങ്ങൾക്ക് അനുവാദമുള്ളൂ എന്നുള്ളതും നിങ്ങൾ അത് മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ എന്നുള്ളതും ദയവ് ചെയ്ത് എന്റെ തലയിൽ ചാരണം. സോറി. കാഴ്ചമലയാളി കിടക്കുന്ന സമയത്ത് ആ 11ാമത്തെ പാഠം ഒന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. ചിറകുള്ളവൻ ഇഴജന്തുക്കളോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കും. ഒന്നും മോശം അതിന്റെ പേരിൽ. ഇഴജന്തുക്കളെ ലോകത്തിൽ വേണ്ടാന്നും അല്ല അർത്ഥം. പ്രശ്നം നിനക്ക് ചിറകുണ്ട് എന്നുള്ളതും നീ ജീവിക്കേണ്ട സ്ഥലം മണ്ണിനടിയിലല്ല എന്നുള്ളതും. എന്റെ സ്ഥലം ആകാശം. അവരുടെ കുഴപ്പമല്ലെന്ന്. നമ്മുടെ കോഴി കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് വലിയ കാര്യമുണ്ടോ? തള്ളക്കോഴി ചെയ്യേണ്ട ഡ്യൂട്ടി 110% സത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നേ. തന്റെ ഒരു കുഞ്ഞ് വെള്ളത്തിൽ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് ധരിച്ചോ തെറ്റിദ്ധരിച്ചോ അതിനെ പുറത്തേക്ക് ചാടിക്കുക ചെയ്യുന്നേ. അതാ സംഭവിക്കുന്നേ. ചിറകുള്ളവൻ ഇഴജന്തുക്കളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നതാ. പറക്കാൻ ശ്രമിക്കുമ്പോൾ കാലെ പിടിച്ച് വലിക്കും. നല്ല ഉദ്ദേശം വെച്ച് തന്നെയാ, അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ. അവരാരും മോശക്കാരല്ല, അവർക്ക് 100% ആത്മാർത്ഥതയുണ്ട്. നമ്മൾ പലപ്പോഴും അങ്ങനെ പെട്ടുപോകുന്നവരാ. ഈ ജീവിക്കാനുള്ള വക തരുന്ന എല്ലാ സ്ഥലങ്ങളും ജീവിതം തരുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഭവമായിട്ട് നമുക്ക് ജോലി മാറിയത്. ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ കുടുംബം പരിത്യജിക്കും, പ്രണയം മാറ്റിവെക്കും, ആത്മീയത മാറ്റിവെക്കും,
നന്മ മാറ്റിവെക്കും, എന്ത് നമ്മൾ ചെയ്യും? നമ്മുടെ വിചാരം ജീവിക്കാനുള്ള വക കിട്ടിയാൽ മതി. ആ കാഴ്ച ബംഗ്ലാവിലെ കോരങ്ങിന്റെയും സിംഹത്തിന്റെയും ചിന്ത അത് തന്നെയാ. ജീവിക്കാനുള്ളത് കിട്ടുന്നില്ലേ, പിന്നെ എന്തിനാ ഇതിന്റെ മതിൽ കടി പോകുന്നേ? ഇതിനേക്കാൾ സുഖം ലോകത്തിലെവിടെ കിട്ടും? ഈ കാലഹരണപ്പെട്ടവരുടെയും കഴിവുകേടുകളുടെയും കൂടെ കാഴ്ച ബംഗ്ലാവാക്കി മാറ്റരുത് ജീവിതം. ഓരോ കാലത്തിനും അതിൻ്റെതായ ജീവിത രീതികളും ഓരോ വ്യക്തിക്കും അതിൻ്റെതായ തനിമകളും സ്വഭാവ സവിശേഷതകളും എല്ലാം ഉണ്ടാവും. അതെല്ലാം അവിടെ കൊണ്ട് ഒരു 3 ഏക്കർ 4 ഏക്കറിനകത്ത് പണിതിരിക്കുന്ന കാഴ്ച ബംഗ്ലാവിനകത്ത് കൊണ്ട് ഗ്രില്ലിട്ട് നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കരുത്. എന്റെ വഴികളും എന്റെ ചിന്തകളും ഒക്കെ എന്റെ പാരമ്പര്യത്തിനനുസരിച്ചോ ഒരുപക്ഷെ എന്റെ വീടുകൾക്കോ എന്റെ ചുറ്റുപാടനുസരിച്ചോ ഒന്നും ആവണമെന്നില്ല. അതിനപ്പുറത്തേക്കുള്ള ചില ചിന്തകളും ശേഷികളും എനിക്കുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാനും വളർത്തിയെടുക്കാനും പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. തേനീച്ച കുറെ നേരമായിട്ട് ഇങ്ങനെ കറങ്ങി കിടന്ന സമയത്ത് ഇത്തിരി നല്ലൊരു സ്ഥലം നോക്കിയിരിക്കുമ്പോഴാണ് ഒരു കാള അവിടെ നിന്ന് മെയ്യുന്നത്. ഒരു കാളക്കൊമ്പിൽ കുറെ നേരം തേനീച്ച പോയിരുന്നു കുറെ നേരമായിട്ടും കാളയൊന്നും പ്രത്യേകിച്ച് മൈൻഡ് ചെയ്യുന്നില്ല. അവസാനം ഇരുന്ന് അടുത്ത് കഴിയുമ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തേനീച്ച കാളയോട് പറഞ്ഞു, കാളെ ഞാൻ പോവാ കേട്ടോ. കാള നീ ആര്, എപ്പോ വന്നു, ഞാൻ അറിഞ്ഞു പോലില്ലല്ലോ. ആയിരിക്കേണ്ട സ്ഥലത്ത് ആയിരുന്നില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, അവഹേളിക്കും. സിംഹത്തിനെ അവഹേളിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം അവനെ കാഴ്ചകളെ കൊണ്ട് ഇടുക എന്നുള്ളതാണ്. അവന്റെ സകല ശൗര്യവും തീരും. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് രസമല്ലേ, നമ്മള് കാണാത്ത ഒരു ഐറ്റം അല്ലേ തേനീച്ച. കാഴ്ച ബംഗ്ലാവില് ഈച്ചകളൊന്നും ഇല്ലല്ലോ. ഈച്ചയ്ക്ക് വേണ്ടി ഒരു ഗാലറിയോ സംഭവങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ. അവനേലും രക്ഷപ്പെട്ടു. എങ്കിലും കാഴ്ച ബംഗ്ലാവിൽ എന്താ തേനീച്ചയ്ക്ക് കാര്യം? അങ്ങനെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തിൽ ചെയ്തു തീർക്കാണ്. എല്ലായിടത്തും എത്തിച്ചേരുന്നതിലൊന്നുമല്ല മികവ്. കുറെ നേരം പൂവിലിരുന്ന് മടുത്തു, അതുകൊണ്ട് മറ്റേ പൂവിലേക്ക് പോയി. ഇത്രയും നാളും മൊത്തം പൂവിലായിരുന്നു, എന്നാ പിന്നെ കുറെ നേരം കാളക്കൊമ്പിൽ പോയിരുന്നേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമുണ്ട്. എപ്പോഴും വ്യത്യസ്തത മാത്രം പാഠങ്ങൾ നൽകണം നിർബന്ധങ്ങളൊന്നുമില്ല. അത് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ ഇരുന്ന് എന്തിനു പോയിരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ പ്രസക്തമാണ്. ഒന്നും ചെയ്യാനില്ലാത്ത സ്ഥലങ്ങളിലും ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലങ്ങളിലും ഒക്കെ വെറുതെ ഇരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള സ്ഥലമാണോ? എന്റെ ജോലി, ഞാൻ ഏതെങ്കിലും ഭാരവാഹിത്വം വഹിക്കുന്നുണ്ടെങ്കിൽ അത്, ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം ഏതെങ്കിലും രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമാണ്. ഇതൊന്നും അല്ലെങ്കിൽ ഞാനൊരു പുതിയ സ്ഥലമോ കുറച്ചുകൂടി ഉയർന്നതെന്ന് കരുതപ്പെടുന്ന ഒരു സ്ഥലമോ പൊസിഷനോ ഒക്കെ ഞാൻ കണ്ടെത്തിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? അച്ഛനും മകനും കൂടെ ഇങ്ങനെ ഒരു ആമയെ വളർത്തുന്നുണ്ട്. വർഷങ്ങളായിട്ട് ആമ ഇവരുടെ കൂടെ ഉള്ളതുകൊണ്ട് ഈ മകന് ഒരു 4 വയസ്സുകാരൻ കുട്ടിയാണ്. അവന് ഈ ആമയെ ഭയങ്കര ഇഷ്ടമാണ്. ആമയെന്ന് വെച്ച ജീവനാണ്. ഇടയ്ക്ക് അതിനെ എടുത്ത് ചെറിയൊരു തടാകമുണ്ട്, അതിനകത്തിട്ട് വളർത്തും. അതിനകത്ത് ഇവർ ഇറങ്ങി ചെല്ലും. ഇല്ലെങ്കിൽ ആമേനെ എടുത്ത് ഇവൻ തടാകത്തിന്റെ ഉള്ളിലേക്ക് ഇടും. ഇവർ രണ്ടുപേരുടെ ഭയങ്കര കളിയൊക്കെ. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് രാവിലെ ഏറ്റുവന്ന് തടാകക്കരയിൽ ഈ അച്ഛനും മോനോട് വന്ന് നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ആമ ചത്തു. അച്ഛന് ഭയങ്കര സങ്കടം. നാഗപ്പാട് 4 വയസ്സല്ലേ ഉള്ളൂ. ഇവൻ നേരെ വിളിച്ചിട്ട് ഇവൻ ഏങ്ങലടിച്ചിട്ട് ഇവൻ ശ്വാസം മുട്ടുന്നു, ഇവൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൻ ഇവന്റെ കൂടെ നിന്ന് ഇവനിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, സാരയില്ലടാ. അവസാനം പറഞ്ഞു, നമുക്ക് ഈ ആമയുടെ ശവസംസ്കാരം നമുക്ക് നല്ല ഗംഭീരമായിട്ട്, ഇതിനെ കുഴിച്ചെടുത്ത പ്രക്രിയ നമുക്ക് നല്ല ഗംഭീരമായിട്ട് ചെയ്യാം. നമുക്ക് നല്ലൊരു ആഴത്തിലൊരു കല്ലറ ഉണ്ടാക്കാം, അത് ഒരു കുഴി ഉണ്ടാക്കാം, അത് പൂക്കൾ വെച്ച് അലങ്കരിക്കാം, ധാരാളം തിരികൾ നമുക്ക് അവിടെ കത്തിക്കാം. കുഴിച്ച് മൂടിയതിനു ശേഷം ഒരു മാർബിൾ കൊണ്ടുവന്ന് നമുക്ക് ഇതിട്ട് മൂടാം. ഇടുന്നതിന് മുമ്പ് തന്നെ ഇതിനെ പട്ടിലിട്ട് പൊതിഞ്ഞ് വേണം നമ്മൾ ഇതിനെ കുഴിച്ചു മൂടാൻ. അപ്പൊ ഇതെല്ലാം കേട്ടപ്പോ 4 വയസ്സുകാരന് ഒത്തിരി നോർമലായി വരാൻ തുടങ്ങിയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉണ്ടല്ലോ. അങ്ങനെ അപ്പനും മോനും കൂടെ കുറെ സമയമെടുത്ത് ഈ കാര്യങ്ങൾ, ഈ ആമയുടെ കുഴിച്ചിടൽ പ്രക്രിയ ഗംഭീരമായിട്ട് ചെയ്യുകയാണ്. പട്ട്, തിരി, പൂക്കൾ, കുഴി, മാർബിള്, അതിൽ പേരെഴുതി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് റെഡിയാക്കിക്കൊണ്ട് ആമയെ കുഴിച്ചിടാൻ വേണ്ടി വരികയാണ്. അപ്പം നോക്കിക്കൊണ്ട് ആ പഴയ സ്ഥലത്ത് ആമയില്ല. രണ്ടുപേരുടെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയപ്പോണ്ട് ആമ ഉണ്ട്.
അപ്പന് സന്തോഷമായി. മകൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് 4 വയസ്സുകാരൻ. എല്ലാം വെറുതെ ആയിരുന്നു, ഇതിനെ അങ്ങ് തല്ലിക്കൊന്നത്. സംരക്ഷണ താല്പര്യം കൊണ്ടൊന്നുമല്ല കാഴ്ച ബംഗ്ലാവുകൾ രൂപപ്പെടുന്നത്. സ്വന്തം ഇഷ്ടങ്ങളെ താലോലിക്കാനുള്ള പ്രവണത കൊണ്ടാണ്. 4 വർഷം ആമയുടെ പുറകെ നടന്നത് 4 മണിക്കൂർ നേരത്തെ ശവസംസ്കാര പ്രക്രിയയുടെ ആഘോഷം കൊണ്ട് മറികടന്നു. വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്ന ആക്വേറിയയില്ലേ, നദിയിൽ ജീവിക്കേണ്ട മത്സ്യങ്ങളെയോ വലിയ സ്ഥലത്ത് ജീവിക്കേണ്ട മത്സ്യങ്ങളെയോ കെട്ടിപ്പൂട്ടി പല കളറില് പല ഡിസൈനില് കാഴ്ച ബംഗ്ലാവ് സൃഷ്ടിക്കാൻ തീർത്തും മടിയുള്ളവരൊന്നുമല്ലോ. പെറ്റ് ആനിമൽസിനെ വളർത്തുമ്പോഴേ ഇതൊക്കെ സംരക്ഷണ താല്പര്യം കൊണ്ട് മാത്രമാണ്, അതോ നമുക്ക് ചില മൃഗങ്ങളോടും ചില ജീവികളോടും ചില ഇഷ്ടങ്ങളോടുമുള്ള താല്പര്യം കൊണ്ട് അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു മാനസിക സുഖം കൊണ്ട് നമ്മൾ അങ്ങനെ നിൽക്കുക? നിബന്ധനകളെ കൊണ്ടുള്ള ബന്ധങ്ങളാണ്. ഇത്രയും നാളും ആമ കൂടെ നിന്ന് കളിക്കൂട്ടുകാരനായിട്ട് നിന്നതുകൊണ്ട് ആമ സന്തോഷമായിരുന്നു. അതിനേക്കാൾ സന്തോഷം അടുത്ത ആമയുടെ കബറടക്കൽ പ്രക്രിയയ്ക്ക് ഉണ്ടായപ്പോഴത്തേനും നമ്മൾ ആമയെ വിട്ടുപോകും. നമുക്ക് അടുത്ത സ്റ്റെപ്പ് മതി. പുറത്ത് കാണാൻ വന്ന് നിൽക്കുന്ന കാഴ്ച ബംഗ്ലാവിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ആലോചിക്കാം. മൃഗങ്ങൾ പഠിക്കുന്ന പാഠവും അത് തന്നെയാവും. ഈ പുറത്ത് കാണാൻ വേണ്ടി പഴവും കടലയും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാർ ആരും നമ്മളെ പ്രചോദിപ്പിക്കാൻ വരുന്നൊന്നുമല്ല. നയന സുഖത്തിന്റെ പേരിൽ മാത്രം വരുന്ന ആൾക്കാരാണ്. They want to relax. They want to entertain themselves. ഇവരിൽ ആർക്കാ കാഴ്ച ബംഗ്ലാവിനകത്തുള്ളവനോട് സഹാനുഭൂതിയോ സഹോദര സ്നേഹമൊക്കെ ഉണ്ടാവുക? ഒന്നുമില്ല. പ്യുവർ സ്വാർത്ഥത. നമ്മളെ കണ്ണിനെയും മനസ്സിനെയും ഒക്കെ സുഖപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ളതാണ്. അവസാനത്തെ കഥയിലൂടെ നമുക്ക് അവസാനിപ്പിക്കാം. അയാള് പേര് കേട്ട ഉപദേശിയാണ്. എത്ര വിഷമമുണ്ടെങ്കിലും ആൾക്കാർ അയാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാല് ഒരാശ്വാസം കിട്ടും, ഉന്മേഷം, ജീവിതത്തിലേക്ക് തിരിച്ചു വരികയൊക്കെയാണ്. അന്ന് പകരം മുഴുവൻ ഇദ്ദേഹത്തിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഒരുപാട് പേര് കാണാൻ വന്നിരുന്നു. അദ്ദേഹം ഒരു മലമുകളിൽ അവിടെ താമസിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു രാത്രി 11 മണി സമയം കിടന്നു, കഷ്ടപ്പെട്ട് 9 മണിക്ക് ആയപ്പോഴത്തേന് കിടന്നു. ഒരു 11 മണി സമയമായപ്പോഴത്തേന് എന്റെ വാതിലിൽ മുട്ടുന്നു. ഒരു ചെറുപ്പക്കാരനാണ്. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, എനിക്ക് സംസാരിക്കണം. രക്ഷയില്ല, ഇവിടെ കിടന്നുള്ളൂ, നമുക്ക് രാവിലെ സംസാരിക്കാം. ചെറുപ്പക്കാരൻ ഒന്നോട് ചോദിച്ചു, എനിക്കൊരു 1 മിനിറ്റ് സംസാരിച്ചാൽ മതി. എന്തായാലും നിങ്ങൾ ഇനി തിരിച്ചു പോകാൻ നടക്കില്ല, നിങ്ങൾ കാണാൻ വന്നാൽ നമുക്ക് ഇന്ന് രാത്രിയല്ലേ ഉള്ളൂ. എനിക്ക് ഇല്ലെങ്കിൽ എനിക്ക് എന്റെ ഉറക്കം പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എന്റെ ആരോഗ്യത്തെ കൂടുതൽ ബാധിക്കും. നിങ്ങളിവിടെ ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിക്കോളൂ. എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റോളാം, തന്നെ സംസാരിച്ചു. ഇയാൾ പതിവിൽ നേരത്തെ ചെറുപ്പക്കാരൻ മാറി ഇയാൾ വീണ്ടും കിടന്നുറങ്ങി. പതിവിൽ നേരത്തെ ചെറുപ്പക്കാരനോട് സംസാരിക്കാൻ വേണ്ടി 5 മണിക്ക് എഴുന്നേറ്റു. ഇവിടെ അദ്ദേഹം കണ്ടില്ല. അപ്പോ ഉടനെ വരുമെന്ന് വിചാരിച്ചു. 6 മണിയൊക്കെ ആയപ്പം എല്ലാ ദിവസവും പാല് തരുന്ന ചേട്ടൻ പേര് വന്ന പാടെ പാല് തന്ന കൂട്ടത്തില് ഇയാളൊരു വാർത്തയും കൂടെ പറഞ്ഞു. പാറക്കെട്ടിൽ നിന്നും താഴെ വീണ് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടന്നു. ഒരു പറഞ്ഞ പാൽക്കാരന് അതൊരു അപകടം വീണ വാർത്തയായിരുന്നു. പക്ഷെ കേട്ട ഉപദേശിക്ക് മാത്രം അത് മനസ്സിലായിട്ടുണ്ട് ഇതൊരു അപകടമാണ് ആയിരുന്നു. പതിനാലാമത്തെ പാഠം, നമ്മൾ ഈ പാഠം എന്നൊന്നും പറഞ്ഞ് വലിയ വിശേഷിപ്പിക്കാൻ പറ്റുന്നൊന്നുമല്ല, വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം. കാഴ്ചകളായി പോയി നിൽക്കുമ്പോഴേ അതിനകത്തുള്ളവരോടെ അവരുടെ വിശേഷം നിങ്ങൾ ചോദിക്കണം. സുഖാണോ?
അവർക്ക് പറയാൻ ഒരുപാടുണ്ട്. അവരോടാരും ഒന്നും ചോദിച്ചിട്ടും ഉണ്ടാവില്ല. കയറി വന്ന ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഒരു മിനിറ്റ് ഒരുപക്ഷെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ നോർമലായി. ഒരു കേൾവിയും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഒന്നുമല്ല. കേൾവിയാ പരിഹാരം, കേട്ടു എന്നുള്ളതാ പരിഹാരം. ആരും നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വരുന്നതോ, അത് സിംഹമായിക്കോട്ടെ, പുലിയായിക്കോട്ടെ, മുയലായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരൊക്കെ സംസാരിക്കാൻ വരുന്നത് നമ്മുടെ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റമൂലി ഗ്ലാസ്സിൽ ചാലിച്ചു കൊടുക്കുമെന്ന പ്രതീക്ഷയുടെ പേരിലല്ല. ഒരാളോട് പോലും ഒന്ന് സംസാരിക്കാൻ ഇല്ല എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പേരിൽ. കാഴ്ച ബംഗ്ലാവിൽ നിൽക്കുന്ന സമയത്ത് സിംഹമോ പുലിയോ കുരങ്ങോ ഒക്കെ അടുത്ത് വന്നെങ്കിൽ ആക്രമിക്കാൻ വേണ്ടി വരുന്നൊന്നും ആയിരിക്കത്തില്ല, അടുത്തിട്ട് വരുന്നതായിരിക്കും ചിലപ്പോൾ. ചുമ്മാ ആ കയ്യിൽ നിന്നും ആ പഴമൊന്ന് മേടിച്ച് തിന്നുമ്പോൾ കിട്ടുന്ന ഒരു ചെറിയ സുഖം, അവർക്കത് നിഷേധിക്കപ്പെടാതിരിക്കട്ടെ. കേൾവികൾ നന്നായി ഉണ്ടാവട്ടെ, ഒരാളെ ഒന്ന് കേൾക്കാനുള്ള ഒരു മനസ്ഥിതി നമുക്ക് ഉണ്ടാവട്ടെ. കാഴ്ച ബംഗ്ലാവിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എക്സിറ്റ് ഡോറിൽ കൂടെ പിന്നെ എൻട്രി ഒന്നുമില്ല. 1 കിലോമീറ്റർ ഒക്കെ അപ്പുറമായിരിക്കും മിക്കവാറും. എങ്കിലും ഇനി പോകുന്ന സമയത്ത് ഈ കുടയോ അല്ല വെള്ളക്കുപ്പിയോ ഒക്കെ മറന്നു വെച്ചിട്ട് സെക്യൂരിറ്റിക്കാരനോട് സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചിട്ട് എക്സിറ്റ് സാറേ കുട മറന്നുപോയി എടുത്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനോട് ചെറിയ നുണ പറഞ്ഞിട്ട് എക്സിറ്റിൽ കൂടെ തന്നെ ഒന്ന് കയറണം. ഈ മിക്കവാറും അവസാനം കാണുന്നത് ഈ ജിറാഫാണ്, മറ്റേ ഏരിയൽ വ്യൂ ഉള്ള ജിറാഫ്. ആ സൂവിലെ തന്നെ എല്ലാ കാഴ്ചകളും ഹെലിക്കാൻ ഇല്ലാതെ കാണാൻ പറ്റുന്ന ഈ അവനോട് ചെന്ന് 2 ചോദ്യങ്ങളൊന്ന് ചോദിച്ചാൽ സുഖമാണോ എന്ന് ചോദിക്കുക. അവൻ ചില 2 കാര്യങ്ങൾ നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തും. ആ ഓർമ്മപ്പെടുത്തലുമായിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഈ കാഴ്ച ബംഗ്ലാവിലൂടെയുള്ള സഫാരി അങ്ങ് പൂർത്തിയാകും. ഒന്നാമത്തെ കാര്യം ഇത്, എല്ലാ കാഴ്ച ബംഗ്ലാവിലും മൃഗങ്ങളും പക്ഷികളും വസ്തുക്കളും മാത്രമല്ല, ചില കാഴ്ച ബംഗ്ലാവിൽ മനുഷ്യരുണ്ടാവും. രണ്ടാമത്തെ കാര്യം, പണിതുയർത്തപ്പെട്ട പല ബംഗ്ലാവുകളും വെറും കാഴ്ച ബംഗ്ലാവുകൾ മാത്രമാണ്. വീടായിട്ടോ മണിമാളികളോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പലതും കാഴ്ച ബംഗ്ലാവുകൾ മാത്രമാണ്. താങ്ക് യു വെരി മച്ച്. ഓവർ ടു ഹിമ. എല്ലാരും അൺമ്യൂട്ട് ചെയ്തിട്ട് ക്ലാപ്പ് കൊടുക്കാം. ഉബൈസ് സാർ പ്ലീസ്. ഷാജൻ സാർ അൺമ്യൂട്ട് ചെയ്യോ? അവിടെ അൺമ്യൂട്ട് ചെയ്യോ? എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് ക്ലാപ്പ് കൊടുക്കാവോ? സല്യൂട്ട് കൊടുക്കുക. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ആൾ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചിന്തയെ സ്റ്റിമുലേറ്റ് ചെയ്തു, നിങ്ങളുടെ ബോഡി ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ, ഈ എനർജിയുടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ, ഇത് നിങ്ങളെ വളർത്താനുള്ള വലിയ ഇൻപുട്ട് ആയിരിക്കട്ടെ. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ കുറെ ആളുകൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്. ഞാൻ ഒന്നും പറയുന്നില്ല, ശ്രോതാക്കൾക്ക് വിട്ടുതരുന്നു. എല്ലാവരും വൈബ്രന്റ് ആയി എൻജോയ് ചെയ്തു എന്ന് ഞാൻ അനുഭവിക്കുന്നു നല്ല നിങ്ങളുടെ ഫീഡ്ബാക്കിലൂടെ. നമ്മുടെ മുൻ സദസ്സുകൾ നമ്മുടെ ഡാറ്റ ഡംപിങ്ങിന്റെ ഒരു വൈബ്രേഷൻ ആണ് നമ്മൾ അനുഭവിച്ചത്. അതുപോലെ നമ്മുടെ മൈൻഡ് ഇമോഷണൽ ആ ലെവലിൽ നമുക്ക് കുറെ ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കുറെ കൂടി സോൾ ടച്ച്, ആത്മസ്പർശനം ഉണ്ടാക്കിയ ഇടപെടലായിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഫീൽ ചെയ്തത്. വലിയ ആഴത്തിൽ ഒരുപാട് ചിന്തകളെ കൊണ്ടുവന്നു. നമ്മളിലെ ഒരുപാട് വൈകൃതങ്ങളെ, വൈകല്യങ്ങളെ സ്വയം ഇരുത്തി ചിന്തിപ്പിക്കാനും തിരുത്താനും നൽകുന്ന വലിയ പാഠങ്ങൾ ഞാൻ തിരിപ്പിക്കുന്നില്ല. ഇവിടെ ഒരുപാട് ആളുകൾ ഫീഡ്ബാക്ക് പറയാൻ. ഏറ്റവും എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ കുറെ മോട്ടിവേഷൻ ക്ലാസ്സും അതുപോലെ തന്നെ പല ഇമാം സാറിനെ അറിയാവുന്ന ഈ നമ്മുടെ സിനിമയുടേതായിട്ട് ബന്ധപ്പെട്ട് തുടക്കം മുതൽ ആളെന്ന നിലയ്ക്ക് കുറെ കേട്ടിട്ടുണ്ട്. ഇത്രയും സിംബോളിക് ആയിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യാൻ അദ്ദേഹം കാണിച്ച മുടക്ക് എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഞാനത് പഠിക്കാൻ ശ്രമിക്കാം. ഇപ്പോൾ ഞാനിത് ഫാമിലിയോട് ഷെയർ ചെയ്യായിരുന്നു. ഇത്രയും വളരെ വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിന് ഈ ഒരു സമയം കൊണ്ട് അത് ചുരുക്കി നമുക്കത് മനസ്സിലാകുന്ന ഭാഷയെ ചിന്തിക്കാൻ, അതായത് എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ഒരു ക്ലാസ് ഒരാഴ്ചയെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കേട്ടാലേ എനിക്കത് കുറച്ചുകൂടെ ആഴത്തിൽ ഇറങ്ങാൻ പറ്റും തോന്നുന്നു. ഇപ്പൊ ഞാൻ ആസ്വദിക്കുകയായിരുന്നു ഇതുപോലുള്ള നല്ല ക്ലാസ്സുകൾ. വളരെയധികം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന ഈ ദുരന്തങ്ങളുടെ പശ്ചാത്തലം കൊണ്ട് ആലോചിക്കുമ്പോൾ വളരെയധികം പ്രയോജനകരമാകുന്നു. ആർക്കും ഒരു
പാഠമാകട്ടെ. നമുക്കത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാം. റെക്കോർഡ് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കിട്ടിയാൽ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റും. നന്ദി. Thank you so much. Thank you so much. Yes, please. Yes, please. Sheeja here. Sheeja, please, mom. Yeah. Please, mom. Welcome. Thank you so much. Such a wonderful motivation. സത്യം പറഞ്ഞ ഒരു മോട്ടിവേഷൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ എന്താ പറയാ, ഒരു ഭയങ്കര ഒരു ചടുലതയോടെ സംസാരിക്കുന്നവരെയാണ് എല്ലാവർക്കും ഇഷ്ടം. അതാണ് മോട്ടിവേഷൻ എന്നുള്ള ഒരു ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. സത്യം പറഞ്ഞാൽ സച്ച് എ വണ്ടർഫുൾ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമുക്ക് വേറിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു മേഖലകളിലേക്കൊക്കെയാണ് സാറ് കൊണ്ടുപോയത്. സാധാരണഗതിയിൽ എല്ലാ മോട്ടിവേഷൻ സ്പീക്കേഴ്സും പറയുന്ന ഒരുവിധം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് എനിക്ക് പറയാൻ സത്യം പറഞ്ഞാൽ വേർഡ്സ് ഇല്ല, സ്പീച്ച്ലെസ് ആയാം. ഞാനിങ്ങനെ ഇരുന്ന് കോരി തരിച്ചിരുന്ന് കേൾക്കുമായിരുന്നു സാറിന്റെ വേറൊരു തലങ്ങളിലേക്ക് ഞങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതിന്. എനിക്ക് തോന്നുന്നു സാർ സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കണം എന്നാ പറയുന്നത്. എനിക്ക് തോന്നുന്നത് കുട്ടികളെയൊക്കെ സച്ച് എന്താ പറയാ, ഒരു ജീവിതത്തിന്റെ നേർക്കാഴ്ചകള് കുട്ടികളെ കാണിക്കണമെങ്കിൽ ഇങ്ങനത്തെ ടോക്കുകൾ അത്യാവശ്യമാണ്. ഐ എം സോ താങ്ക്ഫുൾ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് ഇപ്പോഴും ഗൂസ് ബംസ് ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഐ എം വെരി താങ്ക്ഫുൾ. സച്ച് അപ്രീസിയേഷൻ ടു ദ ഫെമിലിയർ ടീം and I am very grateful. Just you made my day. Thank you so much. വലിയ വാക്കുകൾ. തീർച്ചയായിട്ടും ഈ ഫീഡ്ബാക്കിൽ നമ്മുടെ ഇൻസൈറ്റിന്റെ ഡെപ്ത് വർദ്ധിപ്പിക്കും. നാം കിട്ടിയ ആശയങ്ങൾ തന്നെയാകും, പക്ഷെ അത് വേറെ ലെവലിൽ അത് പോയതെന്ന് അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു വൗഫീൽ റിയലൈസ് ചെയ്യപ്പെടും. തീർച്ചയായും വരാം. അടുത്ത പുതിയ ആളുകൾ കടന്നു വരാം. നിങ്ങൾക്ക് വേണ്ടി സ്റ്റേജ് ഓപ്പൺ ആണ്. പ്ലീസ് 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ആശയങ്ങൾ പറയാം. പ്ലീസ്. ഹലോ. യെസ് പ്ലീസ്. ഡോക്ടർ നസീമ പ്ലീസ് കം. വളരെ നല്ല, അതായത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, അതായത് ഒരു വൈഫിന്റെ കാര്യം പോലെ സാറ് പറഞ്ഞത്, വൈഫ് എന്ന് പറയുന്നത് എന്റെ കാഴ്ച ബംഗ്ലാവിൽ എന്റെ കൺട്രോളിൽ നിർത്തേണ്ട ഒരാളല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം ആ വ്യക്തിയെ സൃഷ്ടിച്ച ഒരാൾക്ക് മാത്രം ഉള്ളതാണ് എന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് ഒരാൾക്കും ഒരാളെയും കൺട്രോൾ ചെയ്യാനില്ല, ആ ജീവൻ തന്ന ആൾക്ക് മാത്രമേ കൺട്രോൾ ചെയ്യാനുള്ളൂ എന്ന രീതിയിലാണ് സാറ് അവതരിപ്പിച്ചത്. വളരെ വളരെ നല്ല സ്പീച്ചാണ്, നന്നായിട്ടുണ്ട്, സൂപ്പർ. താങ്ക് യു സാർ. ജിജോയ് സാറിന്റെ ആ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത്തരം വാക്കുകളൊന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഒരു സ്ത്രീക്കും ഒരു പുരുഷനെ തളക്കാൻ സാധ്യമല്ല എന്ന രീതിയിലാണ് ശരിക്കും മനസ്സിലായത്. ആരും ഒരാളുടെയും കാഴ്ച ബംഗ്ലാവിൽ ഒതുങ്ങേണ്ടവരല്ല എന്ന രീതിയിൽ അല്ലേ സാർ? ഓക്കെ, താങ്ക് യു സാർ. അനസാർ പ്ലീസ്. അനസാർ ഉണ്ട്. ഫീഡ്ബാക്ക് അനസാറിന് സാധിച്ചു. അനസാർ പ്ലീസ്. ഓക്കെ. താങ്ക് യു സോ മച്ച്. അതായത് ഓഡിയബിൾ ആണെങ്കിൽ, അതായത് എനിക്കൊരു രണ്ട് സിനിമ ഒരുമിച്ച് കണ്ടതുപോലെയാണ് തോന്നുന്നത്. ഒന്ന്, പുള്ളി പറയുന്ന ഒരു തീം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അതിനോടൊപ്പം തന്നെ മറ്റൊരു സിനിമ ഓരോരുത്തരുടെ അനുഭവവുമായി ബന്ധപ്പെട്ട് വളരെ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഇത്രയും ചെറിയൊരു തീമിനെ ഇത്ര വണ്ടർഫുൾ ആയിട്ട് അവതരിപ്പിച്ചതിന് തീർച്ചയായും അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നും സമൂഹത്തിനെ അദ്ദേഹത്തിന് കൂടുതൽ താങ്ക് യു സാർ. ഞാൻ കാസർഗോഡ് നിന്നാണ്, സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് നിന്നാണ്. എനിക്ക് സാറിനോട് പറയാനുള്ളത്, ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് കൊടുക്കേണ്ട ഒരു ക്ലാസ് ആയിരുന്നു സാറ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. തീർച്ചയായിട്ടും വളരെ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നമ്മള് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ചിന്തകളിലേക്ക് നയിക്കാറില്ല. ഇതിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞ് നമ്മള് ഒരു പുതിയ ചിന്തയിലേക്കാണ് സാർ കൂട്ടി. ഒരുപാട് സന്തോഷം, കടപ്പാടുമുണ്ട്. വിനീതമായി യെസ് സാർ, കംപ്ലീറ്റ് ചെയ്യൂ സാർ. നൗഷാദ് സാർ പ്ലീസ്. ഹലോ. പറയൂ സാർ. വിജയ് സാറേ, വളരെ ഗംഭീരമായിരിക്കും സാർ, സൂപ്പർ. ഞാൻ ഈ ക്ലാസ് മുഴുവനായിട്ട് കേൾക്കാൻ എനിക്ക് സാധിച്ചില്ല. 12 മണി തൊട്ടാണ് എനിക്ക് കേൾക്കാൻ പറ്റിയത്. അപ്പൊ അന്ന് സാറ് പറയുന്ന ഒരു വാക്കുണ്ട് തുടക്കത്തില്ല, അകപ്പെടുന്നതല്ല തെറ്റ്, അതിനകത്ത് അഭിരമിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞു. അത് വളരെ ഹൃദയസ്പർശിയായിരുന്നു. പിന്നെ നമ്മുടെയൊക്കെ സുഖവാസ കേന്ദ്രങ്ങൾ, അത് ആരും അറിയുന്നില്ല. ആ സുഖവാസ കേന്ദ്രങ്ങളിൽ നമ്മൾ പുറത്തു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. ഇതൊക്കെ സാധാരണ ഒരു ട്രെയിനിങ്ങിലും നമ്മളങ്ങനെ
ഇങ്ങനെ ഹൃദയസ്പർശിയായ രീതിയിൽ കിട്ടാറില്ല. ഇത് വളരെ സൗമ്യമായിട്ട് സോഫ്റ്റ് ആയിട്ട് അങ്ങനെ ആവേശങ്ങളില്ലാതെ ഇങ്ങനെ ഹൃദയം സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ സാറിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇതിന്റെ ആദ്യ ഭാഗം കേൾക്കാൻ പറ്റാത്തൊരു സങ്കടമുണ്ട് സാർ. എനിക്ക് വേറൊരു വീട്ടിൽ പുറത്തു പോയി വരേണ്ടി വന്നപ്പോൾ ഇതിൽ. പക്ഷെ ഈ 12 മണി ഉള്ള ഈ ഒരു മണിക്കൂറുണ്ടല്ലോ, വർണ്ണിക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മറ്റൊരു വാക്കുണ്ട്, ജീവിക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? ഉള്ളവൻ ഇഴജന്തുക്കളോടൊപ്പം ജീവിക്കാൻ. ഇതാണ് നമ്മുടെ മനുഷ്യരുടെ അവസ്ഥ പലപ്പോഴും. നമ്മുടെ കഴിവുകൾ ഒഴിപ്പിച്ചിട്ട് പഴയ ഈ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു വെച്ചാൽ അവരുടെ ഒപ്പം കൂടി നമ്മൾ അങ്ങനെ നമ്മുടെ കഴിവുകൾ ഇല്ലാതാക്കി പോകുന്ന ഒരു സാഹചര്യം, ചിന്ത മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ സാറ് എന്താണ് ശരിക്കും തലമുറയ്ക്ക് കൊടുത്താൽ നമ്മളെ തന്നെ കുറെ സ്വാധീനിച്ചില്ല. അവസാനം പറഞ്ഞ പല ബംഗ്ലാവുകളും കാഴ്ച ബംഗ്ലാവുകൾ മാത്രമാണ് പറഞ്ഞത്. ഒത്തിരി എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഞാൻ വയനാടുകാരനാണ്. താങ്ക് യു ബെന്നി സാർ, താങ്ക് യു സോ മച്ച്. നല്ല ഇൻപുട്ടുകളാണ് അങ്ങ് നൽകിയത്. താങ്ക് യു സോ മച്ച്. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ ഒരു അഫ്നാൻ എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് മെസ്സേജ് വോയിസ് ഇടുന്നത്. അൽഹംദുലില്ലാഹ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ഒരു ചിന്തിച്ചു പോയി, ഇത്രയും ചെറിയൊരു ലോകത്ത് ഒരു കാഴ്ചബംഗ്ലാവ് ചിന്തിക്കാനുണ്ടോ എന്ന് ഞാൻ, ഈ ഒരു ചെറിയ കാഴ്ചബംഗ്ലാവ് ഇത്രയധികം ചിന്തിക്കാനുണ്ടോ എന്ന് ഞാൻ പിന്നെയും ഓർത്ത് ഇരിക്കുകയാണ്. എന്തെന്നാൽ സാറിന്റെ ക്ലാസ് വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. അതിലൊരു ഇഷ്ടപ്പെട്ട വാചകം എന്ന് വെച്ചാൽ, അറിവ് പകർന്നു നൽകുന്നവന് അറിവില്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദുരന്തം. അതാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞങ്ങൾക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയിട്ടില്ല. എനിക്കത് ആദ്യം നന്ദി പറയുന്നത് ഫെമിലിയ ഗ്രൂപ്പിനോടാണ്. അവരാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി തന്നത്. അൽഹംദുലില്ലാഹ് വളരെയധികം മനം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സാറിനും വളരെയധികം നന്ദി അറിയിക്കുന്നു. ഇനി ഒരുപാട് കാലം ഇതുപോലൊരു മേഖലയിൽ പ്രവർത്തിക്കാൻ, ഉയരങ്ങളിലേക്ക് ഒരു പറക്കാനും താങ്കൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിർത്തുന്നു. ജയ് JCI. Thank you, Afnan. Okay, thank you very much. Yes, ആരാ പറയുന്നത്? പറഞ്ഞോളൂ. തമീമാണ്, കായംകുളം. പ്ലീസ് തമീം പറയൂ. തമീം. അനിജോയ് സാറ്, ഹലോ. യെസ്, പറഞ്ഞോളൂ, കേൾക്കാം. വലിയൊരു തിരിച്ചറിവിന്റെ ലോകത്തേക്കാണ് ബഹുമാനപ്പെട്ട എൻജോയ് സാർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത്. വളരെ സന്തോഷം തോന്നി. ചില തിരിച്ചറിവുകളാണ് മനുഷ്യന്റെ യഥാർത്ഥ പ്രകൃത ഗുണങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അവനെ അതിൽ പ്രേരിപ്പിക്കുന്നത് ഈ തിരിച്ചറിവാണ് എന്നുള്ളൊരു വലിയ ബോധ്യം ഈ ഉയർന്ന വാക്കുകളിലൂടെ നമുക്ക് സമ്മാനിച്ചു. വളരെ സന്തോഷമുണ്ട്. ഈ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിനെ തന്നെ അന്വർത്ഥമാക്കും വിധം ഒരു വെൽനെസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഗുണകാംക്ഷയും നമ്മളോടൊപ്പം ഉള്ളവരുടെ മുഴുവൻ ആളുകളുടെയും ഗുണകാംക്ഷയാണ്. മഹത്തായ പ്രവാചകൻ സൂചിപ്പിച്ചതുപോലെ മതം എന്ന് പറഞ്ഞാൽ തന്നെ ഗുണകാംക്ഷയാണ് എന്നതിനെ അന്വർത്ഥമാക്കുന്ന ചിന്തകൾ, വാക്കുകൾ, ഈ പ്രകാശം, സ്വന്തം പ്രകാശം മുഴുവൻ ആളുകളിലേക്കും പ്രകാശിപ്പിക്കുന്ന ഈ ഉയർന്ന ചിന്ത എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. ഇതിനുവേണ്ടി തണലൊരുക്കിയ ഫെമിലിയയ്ക്ക് എല്ലാവിധ ആശംസകൾ. നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ബിജു സാർ, ഒരു മിനിറ്റ്, ഒരു വാക്കുകൾ കൊണ്ട് പ്ലീസ്. വളരെ മനോഹരമായ ഒരു ക്ലാസ് ആയിരുന്നു. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഒരു കാഴ്ച ബംഗ്ലാവിലേക്ക് എത്തുകയായിരുന്നു. അവിടെ കാഴ്ച ബംഗ്ലാവിൽ കാണാൻ ചെന്നത് ഒരു പുലിയാണ്. പുലിയായി നിജോയ് സാറ് തന്നെയാണ് എത്തിയത്. ബാക്കി എല്ലാവരും കാഴ്ച വസ്തുക്കളായിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. അവിടെ നിന്നും അദ്ദേഹം ബാക്കി കണ്ടുകൊണ്ടിരിക്കുന്നവരിലേക്ക് തൻ്റെ മാനസികമായ അവസ്ഥകൾ പകർന്നു നൽകിയപ്പോൾ കണ്ടു നിന്ന 140 പേരും മറ്റു പല ലോകത്തിലേക്കും സഞ്ചരിക്കുകയും എനിക്ക് തോന്നുന്നു ആൾമോസ്റ്റ് എല്ലാവരിലും ഒരു നല്ലൊരു ചിന്ത പകർന്നു നൽകാൻ ഈ ഒരു കാഴ്ച ബംഗ്ലാവിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ മനോഹരം തന്നെ, വർണ്ണനകൾക്ക് അതീതമാണ്. യഥാർത്ഥത്തിൽ വളരെ
വികാരഭരിതമായ ഒരു കാഴ്ച ബംഗ്ലാവാണ്. വളരെ നന്ദി സർ, വളരെ നന്ദി. താങ്ക് യു വിജയ് സാർ. തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ സമയത്ത് സമ്മാനമായി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഫെമിലിയുടെ വാതിൽ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ താല്പര്യമുള്ളവർ എന്റെ വിൻഡോയിൽ കാണുന്ന 7030009000 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇടാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫെമിലിയുമായി ചേർന്ന് ഒരുപാട് ജെയിംസ് സാറും അതുപോലെ ഷിബുലി സാറും ബഹുമാനിയായ വിനോദ് സാർ ഉൾപ്പെടെ നമ്മുടെ ഇന്നത്തെ മെന്റർ ഓഫ് ദ ഡേ ഡോക്ടർ നിജോയ് സാർ ഉൾപ്പെടെ പ്രത്യാശിക്കുന്നത് പോലെ ഒരു ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു ലോമാക്കി നമുക്ക് മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ വാംലി വെൽക്കം. എന്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജ് ഇടാം. രണ്ടാമത്തെ സമ്മാനം എല്ലാ ദിവസവും നടക്കുന്ന മെഡിറ്റേഷനിലേക്കുള്ള സ്വാഗതമാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതേ ലിങ്കിൽ ഇതേ ID പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് രാവിലെ 6 to 7 1 hour മെഡിറ്റേഷൻ. ആ മെഡിറ്റേഷനെ കുറിച്ച് ശ്രോതാക്കൾ പങ്കെടുത്തവർ പറഞ്ഞ 3 കാര്യം ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചെന്നാണ്. ഒന്ന് പോസിറ്റീവ് തോട്ട്സ്, 2 ഗ്രന്ഥപാരായണം, 3ാമത്തത് മെഡിറ്റേഷൻ. ഈ 3ന്റെയും സമന്വയം ഏറ്റവും ആസ്വാദ്യജനകമായ രീതിയിൽ നമുക്ക് ലഭ്യമാവുന്ന ഒരു അവസരമാണ്. പിന്നെ നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഇന്ന് വൈകുന്നേരം നമ്മുടെ ലോമിന്റെ ഒരു സെഞ്ചുറിയൻ ലോം എന്ന ലെവലിലേക്കുള്ള ഒരു പ്രൊമോഷൻ എന്ന അല്ലെങ്കിൽ ഒരു ബൂസ്റ്റിംഗ് എന്ന ലെവലിൽ നിന്ന് നമുക്കൊരു അവാർഡ് ലഭിക്കുകയാണ്. വൈകിട്ട് 7 മണിക്കുള്ള പ്രോഗ്രാം. ഈ മെഡിറ്റേഷൻ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഫെമിലിയയുടെ കീറ്റ് വെൽനെസ് എന്ന 10ഓളം വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ മെമ്പർഷിപ്പ് അല്ലാത്ത ആളുകൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇടാം. തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ദിവ്യാനുഭൂതിയുടെ നമ്മുടെ ആന്തരിക ഉൾക്കാഴ്ചയുടെ വലിയ തലങ്ങളിലേക്ക് നയിച്ച ബഹുമാനായ ഡോക്ടർ നിജോയ് ജോസാം, ശരിക്കും കാഴ്ച ബംഗ്ലാവ് എന്ന ആ പോസ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അദ്ദേഹം എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ എപ്പോഴും ഒരു പുതുമയെ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കേട്ടത് അല്ലെങ്കിൽ പറഞ്ഞത് അതേ രീതിയിൽ ഞാൻ പറഞ്ഞു, സാറ് ഞങ്ങളിങ്ങനെ ഒരു പാറ്റേണിൽ 10 സബ്ജക്ട് ഉണ്ട്, അതിൽ 3 വിഷയം ബാക്കിയുണ്ട്. സാർ ഇതൊക്കെ സ്ഥിരം എല്ലാവരും പറയുന്നതല്ലേ, റിപ്പീറ്റ് ചെയ്ത് വരുന്നതല്ലേ, അങ്ങനെ റിപ്പീറ്റേഷൻ എന്തിനാണ് നാം ശ്രോതാക്കൾ കൊടുക്കുന്നത്? അവര് ഒരു ദിവസം 1 മണിക്കൂർ നമുക്ക് തരുന്നെങ്കിൽ ഒരു പുതുമ എങ്ങനെ അവർക്ക് കൊടുക്കാൻ കഴിയും? സാർ ഒരു പുതുമയല്ല, ഒരു അനേകായിരം പുതുമകളുടെ വലിയ വിത്തുകളാണ് നമ്മിലേക്ക് നിക്ഷേപിച്ചത്. ഒരുപാട് നന്ദിയുണ്ട് സാർ, ഒരുപാട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അങ്ങ് ഇതിനുവേണ്ടി നിക്ഷേപിച്ച ചിന്തകളും വാക്കുകളും ഒരുപാട് അനുഗ്രഹത്തിന്റെ ഐശ്വര്യത്തിന്റെ തെന്മഴകളായി അങ്ങയുടെ കുടുംബത്തിലേക്ക്, അങ്ങയുടെ മക്കളിലേക്ക്, അങ്ങയുടെ സംരംഭങ്ങളിലേക്ക് അങ്ങയുടെ ഓരോ വാക്കിലും വരിയിലും സമൃദ്ധമായി സർവേശ്വരനായ തമ്പുരാൻ നിറച്ച് നിക്ഷേപിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഒരുപാട് മുന്നേറ്റങ്ങൾക്ക്, ഒരുപാട് സുമനസ്സുകളുടെ സ്വാതന്ത്ര്യത്തിന്, ഒരുപാട് കുടുംബങ്ങളുടെ ശാക്തീകരണത്തിന്, ഒരുപാട് വ്യക്തികളുടെ ഉയർച്ചകൾക്ക് അങ്ങയുടെ ഇടപെടൽ കാരണമാകട്ടെ എന്ന് ഫെമിലിയ ഹൃദയംഗമായ നന്ദിയോടെ അങ്ങേക്ക് കടപ്പാടും സ്നേഹവും കരുണയും വാത്സല്യം അറിയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ, ഒത്തിരി നന്ദിയുണ്ട്. നന്ദി വാക്കുകൾ അലങ്കരിക്കാൻ നമുക്ക് ബഹുമാനിയായ ഡോക്ടർ സഫീറുദ്ദീൻ സാർ ഹിയർ പ്ലീസ്. Yes, I am here. Please. Yes, ഇവിടെ സത്യത്തിൽ ഈ വിഷയമായി പേഴ്സണലി കാണുമ്പോൾ എനിക്ക് വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു ആശയം അവതരിപ്പിക്കുക എന്നതിനെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ആശങ്കയിലായിരുന്നു കാഴ്ച ബംഗ്ലാവ് എന്നത്. പക്ഷെ അതിന്റെ വ്യത്യസ്തമായ ഒരു തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന് ഈ അവതരണത്തോടുകൂടിയാണ് മനസ്സിലായത്. അപ്പൊ അത്രത്തോളം വളരെ പുതുമ നിലനിർത്തിക്കൊണ്ട് അവതരിപ്പിച്ചു എന്നതാണ് ഇതിന്റെ ഈ ക്ലാസിന്റെ ഒരു വ്യത്യസ്തത. മാത്രമല്ല ഈ ക്ലാസ്സിൽ എത്ര ആളുകൾ പങ്കെടുത്തിട്ടുണ്ടോ അത്രയും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ ഇത് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ്. ഇപ്പൊ എന്നെ ഏതെങ്കിലും ഒരു സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരാളിനെ മറ്റൊരു പോയിന്റ് സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പൊ നേരിട്ടോ അല്ലാതെ പ്രത്യക്ഷമായോ പരോക്ഷമായോ എല്ലാ ആളുകളും തരത്തിൽ ഇത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് കൃത്യമായി നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല എന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, എന്റെ തുടക്കം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ക്ലാസിന്റെ ആരംഭം ഒരു കാഴ്ച ബംഗ്ലാവിൽ നിന്നാണ് ആരംഭിച്ചതെങ്കിൽ അവസാനിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലാണ് എന്നുള്ളത്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. നമ്മുടെ കാഴ്ച ബംഗ്ലാവിൽ ആരംഭിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും വീട് കാഴ്ച ബംഗ്ലാവിന്റെ അവസ്ഥയിലാണോ എന്ന് വിലയിരുത്താൻ പറ്റുന്ന തരത്തിലേക്ക് പല ബംഗ്ലാവുകളും കാഴ്ച ബംഗ്ലാവുകളാണ് എന്ന് പറയുന്ന ഒരു സന്ദേശത്തിലൂടെയാണ് അത് അവസാനിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, വളരെ ചിന്തനീയമായ ഒരു പോയിന്റാണ്. അപ്പൊ തുടക്കം മുതൽ ഒടുക്കം വരെ അതിന്റെ ഒരു പുതുമ നിലനിർത്തിക്കൊണ്ട് ആളുകളെ ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റി എന്ന ഒരു വ്യത്യസ്തതയാണ് ഈ ക്ലാസ്സിനുള്ളത്. നേരത്തെ പല ആളുകളും സൂചിപ്പിച്ചതുപോലെ പല ട്രെയിനിങ് ക്ലാസ്സിൽ, മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തതയുണ്ട്. നന്നായി തയ്യാറെടുത്തിരിക്കുന്നു എന്നാണ് എന്റെ വലിയൊരു
ഒരു പോസിറ്റീവ്. നിജോയ് സാർ ഇത് അവതരിപ്പിക്കാൻ വളരെ നല്ലൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. നല്ലൊരു അനുഭവ സമ്പത്ത്, ഞാൻ ആദ്യമാണ് ഈ ക്ലാസ് കേൾക്കുന്നത്, നല്ലൊരു അനുഭവ സമ്പത്ത് അദ്ദേഹത്തിന് ഉണ്ട് എന്നത് ഇവിടെ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ഔദ്യോഗികതയ്ക്ക് വേണ്ടി നന്ദി പറയുകയാണ്. ഈ പ്രോഗ്രാമിൽ അധ്യക്ഷ പ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യനായ ഇമാം ഷംസുദ്ദീൻ ഖാസിമി, അദ്ദേഹത്തിന് ഈ പ്രോഗ്രാമിന്റെ പേരിൽ വളരെയേറെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത കെ അമ്പാടി IAS, അദ്ദേഹത്തിന്റെ പ്രഭാഷണം വളരെ കുറഞ്ഞ സമയമേ അദ്ദേഹത്തിന്റെ ഈ പ്രോഗ്രാമിന്റെ പേരിൽ അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട്. മിസ്സിസ് ഹസീന ഷെരീഫ്, പ്രോഗ്രാമിന്റെ ഡയറക്ടർ, മാത്രമല്ല ഫെമിലിയയുടെ സെക്രട്ടറി, ഈ പ്രോഗ്രാമിന്റെ മോഡറേറ്റർ ആയിരുന്ന ജുനൈദ അഹമ്മദ്, അനീഷ നൈസാം, അതുപോലെ തന്നെ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച് ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ച മിസ്റ്റർ ഹൈദർ, മുസ്തു, ഷമീർ, ഷാന, നസ്രീൻ തുടങ്ങിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മാത്രവുമല്ല അവസാനമായി നന്ദി പറയേണ്ട ഈ പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടി പങ്കാളികളായ ആളുകളാണ്. സാധാരണ ഇത്തരത്തിൽ ഓൺലൈൻ പ്രോഗ്രാമുകളിലുള്ള ഒരു കാണുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഗിൻ ചെയ്യുക, മാറി നിൽക്കുക, ശേഷം അവസാനിക്കുമ്പോൾ വരിക എന്നൊക്കെയുള്ള ചില വിദേശ ആളുകൾ ഈ പ്രോഗ്രാമിൽ തുടർന്നിരുന്നു എന്നാണ്, അവസാനം വരെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു മെച്ചം. അപ്പോൾ ഈ പ്രോഗ്രാം ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുത്ത് വിജയിപ്പിച്ച എല്ലാ പങ്കാളികൾക്കും ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വിലപ്പെട്ട വാക്കുകളാണ് നമുക്ക് നന്ദി സംസാരിച്ചത്. നിജോയ് സാറിനോട് ഒരു വിനീതമായ അപേക്ഷ, അദ്ദേഹത്തിന്റെ ആഗ്രഹവും നമ്മുടെ ടീമിന്റെ ആഗ്രഹവും ഈ ലോക്ക്ഡൌൺ ഇഷ്യൂ മാറി തിരിച്ചു വരുമ്പോ നല്ലൊരു സഹവാസത്തിന്റെ അവസരം ഉണ്ടാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ കനിവ് കാണിച്ചതിന് നന്ദി. ഇനിയും അതിന് അവസരം അങ്ങ് കാണിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. താങ്ക് യു സർ. നമ്മുടെ പ്രോഗ്രാമിന്റെ അവസാനം വരെ നമ്മുടെ ബഹുമാന്യനായ സോൺ പ്രസിഡന്റ് ജെയിംസ് കെ ജെയിംസ് സാർ നമ്മളൊപ്പം ഉണ്ട്. ഒരുപാട് നന്ദിയുണ്ട് സർ. അതുപോലെ പ്രമുഖരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ, പേരെടുത്ത് പറയേണ്ടവർ ഒരുപാടുണ്ട്. ഡോക്ടർ ഉബൈസ് അലാവുദ്ദീൻ, അഡ്വക്കേറ്റ് ഷംസി സാർ, ഡോക്ടർ നസീമ, അതുപോലെ ഒരുപാട് ഡോക്ടർ ഇക്ബാൽ സാർ, എല്ലാവരും നമ്മളോടൊപ്പം തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ട്. ഇതിപ്പോ അല്പം നീണ്ടുപോയി, ക്ഷമിക്കണം. കാരണം വിഷയം ഇങ്ങനെയായതുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരും വൈബ്രന്റ് ആണ്, പിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്യാൻ നിന്നില്ല. സാധാരണ 12:50 മാക്സിമം 1 മണിക്ക് ക്ലോസ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഇതിപ്പോ 1:18 നിങ്ങളുടെ സജീവ സാന്നിധ്യവും ഇടപെടലും ഒരുപാട് പ്രചോദനം നൽകുന്നു. നന്ദിയോടെ തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം. നന്ന വൈകിയെങ്കിലും ഒരുപാട് വൃത്തിയായി എന്ന് നല്ല നല്ല ഫീഡ്ബാക്ക് വരും. താങ്ക് യു സോ മച്ച്. വിഡ്രോ ചെയ്യാം. താങ്ക് യു. മീറ്റിംഗ് ഈസ് അഡ്ജേൺ.